ഹലോ, എല്ലാവരും എത്തിയില്ലേ? എല്ലാവരും എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തതാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മളിന്നൊരു പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നാണ്. ഫ്ലൂയിഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫ്ലൂയിഡ് ആ വേർഡിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ ലെറ്റർ ഉണ്ട്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. അപ്പോൾ എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ. അപ്പോൾ ഗ്യാസ് ഫ്ലോ ചെയ്യും, ലിക്വിഡ് ഫ്ലോ ചെയ്യും. അപ്പോൾ ലിക്വിഡിനെയും ഗ്യാസിനെയും ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. അപ്പോൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ജനറലി നോൺ ബൈ ദ നെയിം ഫ്ലൂയിഡ്. ഓക്കെ, ഇനി നമ്മൾ പണ്ട് പഠിച്ച കഥയിലേക്ക് കടക്കാൻ പോവുകയാണ്. പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് പ്രഷർ എന്താണെന്നാണ്. പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പണ്ട് പഠിച്ചതല്ലേ? ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. എന്താണ് ഈ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. ഇപ്പം ഞാനിവിടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് ഈ പ്ലാറ്റ്ഫോമിൽ വെർട്ടിക്കലി ആയിട്ട് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അവിടെ നോർമലി പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫോഴ്സ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ എൻ്റെ ചെരുപ്പിൻ്റെ അടിയിലുള്ള ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന പ്രഷർ എത്രയെന്ന് കിട്ടും. അപ്പോൾ എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മണ്ടയിൽ നിൽക്കുന്നു, എൻ്റെ വെയിറ്റ് ആണ് ഇവിടെ താഴോട്ടുള്ള ഫോഴ്സ് അല്ലേ. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ നോർമലായിട്ടായിരിക്കും. അപ്പോൾ ആ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ എൻ്റെ ചെരുപ്പിൻ്റെ അടിക്കുള്ള ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന പ്രഷർ കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ ത്രസ്റ്റ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് പ്രഷർ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആണ് ഏരിയക്ക് അല്ലേ. ഇപ്പൊ പ്രഷർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആണ് ഏരിയക്ക്. ഓക്കെ, അപ്പൊ ഏരിയ കൂടിയാൽ പ്രഷർ കുറയും, ഏരിയ കുറഞ്ഞാലോ പ്രഷർ കൂടും. ഓക്കെ, അപ്പം നമ്മൾ ഒരാൾ ചെളിയിലേക്ക് എടുത്ത് ചാടുന്നു. അപ്പോൾ ചെളിയിലേക്ക് എടുത്ത് ചാടുന്ന സമയത്ത് അയാൾ എന്താ സിങ്ക് ചെയ്ത് പോകുന്നത്? ആ ചെളിയിൽ താഴ്ന്നു പോകുന്നു. അല്ലെങ്കിൽ കൈയിരിപ്പ് ദോഷം കാരണം ഒരുത്തനെ നമ്മൾ ചെളിയിലോട്ട് തള്ളിയിടുന്നു, ശരിയല്ലേ, എടുത്ത് ഒരൊറ്റ എറിയുന്നു. അപ്പോൾ ആ സമയത്ത് അയാൾ ചെളിയിൽ ചെന്ന് വീഴുമ്പോഴത്തേക്ക് അയാൾ നേരെ രണ്ട് കാലും വെച്ചാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ അയാളുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് ചെളിയിൽ ആക്ട് ചെയ്യുന്നത് അയാളുടെ കാലിൻ്റെ അടിവശത്തുള്ള ആ ചെറിയ ഏരിയയിലാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഏരിയ കുറവാണ്. അപ്പോൾ ആ ചെളിയിൽ അയാൾ കൊടുക്കുന്ന പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അയാൾ ചെളിയിലോട്ട് താന്നു പോകും. അടിപൊളിയല്ലേ. അപ്പോൾ എന്താണ്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആണ് എന്തിന്? ഏരിയയ്ക്ക്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. എന്താണ്? see I am standing on mud. What happens to me? See, I am applying a large force there. See, the area under the feet is very small, so the pressure acting on mud will be very large. അപ്പോൾ I will sink. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കാന്നുള്ളേ ഉള്ളൂ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ആണി അടിക്കുന്ന സമയത്ത് ആണിയുടെ ടിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആണിയുടെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ പോയിന്റഡ് ആണ്. അപ്പോൾ ടിപ്പിൻ്റെ ഏരിയ കുറവല്ലേ? ഏരിയ കുറവാണ്. ഇപ്പം നിങ്ങളിവിടെ ഒരു ഫോഴ്സ് കൊടുത്താൽ, ഇപ്പം ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ്. ഇപ്പം ഇതാണ് നിങ്ങളുടെ ഓൾ എന്ന് പറയുന്നത്. ഇപ്പം ഇതാണ് ഓൾ. അപ്പോൾ ഈ ഓളിലേക്ക് നിങ്ങളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോർമലായിട്ടാണ്, ഈ സർഫസുമായിട്ട് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ അവിടെ ഞാൻ കൊടുത്തത് എന്താണ്? ത്രസ്റ്റ് ആണ്. ഈ ത്രസ്റ്റ് ആക്ട് ചെയ്യുന്നത് ഈ ടിപ്പിൻ്റെ ഏരിയ കുഞ്ഞല്ലേ, അത്രയും കുഞ്ഞൊരു ഏരിയയിലാണ്. അപ്പോൾ ത്രസ്റ്റ് ഒരു കുഞ്ഞ് ഏരിയയിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഏരിയ ചെറുതാകുമ്പോൾ അവിടെ വോളിൽ കിട്ടുന്ന പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ ആണി അതിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്ത് കയറി പോകും. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്താണ്? നെയിലിന് പോയിന്റഡ് ആയിട്ടുള്ള എൻഡ് എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്തിനാണ്? See, as the area of a tip is small, the pressure acting on the wall will be large. കൂടുതലൊന്നും എഴുതിയില്ലാതാക്കരുത് കേട്ടോ. See, എന്താണ്? Area of tip is small, so the pressure acting on wall will be more because pressure is inversely proportional to area എന്നാണ്. ഇനി നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ് നിങ്ങൾക്കറിയാം. ഈ ബാഗിൻ്റെ വള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ വള്ളി എന്ന് പറയുന്നത്, അപ്പോൾ ഇതൊരു സ്കൂൾ ബാഗാണ്. അപ്പോൾ ഈ സ്കൂൾ ബാഗിൻ്റെ ആ സ്ട്രാപ്പ് നിങ്ങൾ കണ്ടു കാണും. വലിയ സ്ട്രാപ്പാണ്, കണ്ടില്ലേ?
വലിയ ഒരു സ്ട്രാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ്. അപ്പോൾ ബ്രോഡർ ആയിട്ടുള്ള സ്ട്രാപ്പാണ് അതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ത്രെഡിൻ്റെ അത്രയും കനം കുറഞ്ഞ സ്ട്രാപ്പ് ആരും വയ്ക്കാറില്ല. അതെന്താ അങ്ങനെ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ദാണ്ടെ ഇവിടെ നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ലോഡിങ്ങുകാരൊക്കെ നിങ്ങളെ കണ്ട് വളരെ ആരാധനയോടെയാണ് നോക്കുന്നത്. കാരണം അവർക്ക് പോലും പൊക്കാൻ പറ്റാത്ത വെയിറ്റാണ് നിങ്ങൾ തൂക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ ഇത്രയും ഫോഴ്സ് അവിടെ ഉണ്ട് അല്ലേ? അത് ആക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മുതുകത്താണ്. അപ്പോൾ ഈ സ്ട്രാപ്പ് ഇരിക്കുന്നത് നിങ്ങളുടെ മുതുകത്തല്ലേ? അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ ഏരിയ കൂടുതലല്ലേ? ഏരിയ കൂടുതലാണ്. അപ്പം നിങ്ങളുടെ മുതുകത്ത് കിട്ടുന്ന പ്രഷർ എങ്ങനെ ഇരിക്കും? കുറവായിരിക്കും. ശരിയല്ലേ? അവിടെ അതിന് പകരം ഈ സ്ട്രാപ്പിന് പകരം ഒരു വള്ളിയാണ് അല്ലെങ്കിൽ ഒരു ചരടാണ് കെട്ടിവെക്കുന്നതെങ്കിൽ ആ ചരടിൻ്റെ ഏരിയ കുറവായിരിക്കും. അപ്പോൾ ഇതും വെച്ചുകൊണ്ട് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഇത്രയും കുഞ്ഞ് ഏരിയയിലായിരിക്കും. അപ്പോൾ മുതുകത്ത് കിട്ടുന്ന പ്രഷർ ഭയങ്കരമായിരിക്കും, മുതുമുറിയും. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ക്വസ്റ്റ്യൻ ഇതാണ്. ഹെവിയർ ബാഗ്സ് ആർ ഫിറ്റഡ് വിത്ത് ബ്രോഡർ സ്ട്രാപ്സ്. വാട്ട് ഫോർ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? കൂടുതൽ ആഡംബരമൊന്നും കാണിക്കണ്ട. അത് ചുമ്മാതെ കൊച്ചു പിള്ളേർക്ക് അറിയാമെന്നുള്ള ആൻസറാണ്. വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് പ്രഷർ? വി നോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. Then see, as the area of the strap is more, the pressure acting on person's body will be less. കൂടുതലൊന്നും എഴുതിയില്ല. അപ്പോൾ എന്താണ് എഴുതേണ്ട സ്റ്റെപ്പുകൾ പറയൂ. We know pressure is inversely proportional to area. As the area of a strap is more, pressure acting on person's body will be less. ഇപ്പോൾ കൂടുതൽ എഴുതോ? അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ കാര്യം. ഇനി അടുത്തത് നമ്മുടെ സജിൻ എന്ത് ചെയ്യുന്നില്ല? ഒരു വകയും പഠിക്കുന്നില്ല, ഒരക്ഷരവും പഠിക്കുന്നില്ല. ഓക്കെ, ശരിയല്ലേ സജിനെ? അപ്പോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സജിൻ ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ അവനെ ഏറ്റവും അവസാനം +2 കഴിഞ്ഞിട്ട് സർക്കസ് ചേർക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സജിൻ സർക്കസിൽ ചേർന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ മോശമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സർക്കസിലൊക്കെ ചേരേണ്ടി വരും. മനസ്സിലായല്ലേ? വൃത്തിയായിട്ട് പഠിച്ചാൽ സർക്കസിലൊന്നും ചേരണ്ട, ദൈവമായിട്ട് കൊണ്ട് തരും. ഓക്കെ, അപ്പോൾ നോക്കൂ, എൻ്റെ പയ്യൻ സർക്കസിൽ ചേർന്നു. അപ്പോൾ സർക്കസിൽ ചേർന്നിട്ട് അവനെ മലത്ത് ഇവിടെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പയ്യൻ ഇവിടെ കിടക്കുന്നു, കണ്ടോ? അപ്പോൾ സർക്കസിൽ ചേർന്ന എൻ്റെ പയ്യൻ ദാ മലന്ന് കിടക്കുന്നു. ഇനി ദാ ഇവിടെ ഇവൻ്റെ ബോഡിയിലെ പുറത്തൂടെ, ഇവൻ്റെ ശരീരത്തിൻ്റെ പുറത്തൂടെ ഒരു എലിഫൻറ്റ് നടന്നു പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് നോക്കൂ, ഇവൻ്റെ ബോഡിയിലൊരു വലിയ തടി വയ്ക്കും, ഒരു പലക കഷ്ണം വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു എലിഫൻറ്റ് നടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു സജിന് ഒരു തീരുമാനമായി എന്ന് വിചാരിക്കുന്നു. സജിന് ഒരു തീരുമാനമാവില്ല. അത് കഴിയുമ്പോഴത്തേക്കും അവൻ മസിലൊക്കെ പെരുക്കി കാണിക്കുന്നു. അവിടെ എന്താ സജിൻ ഇത്രയും മസിലൊക്കെ പെരുക്കി കാണിക്കുന്നത്? അഹങ്കാരം കൊണ്ടാണോ? അല്ല. അവിടെ എലിഫന്റ് നടന്നുപോയി. അപ്പോൾ എലിഫന്റിന്റെ വെയിറ്റ് ആക്ട് ചെയ്തത്, വെയിറ്റ് ഒരു ഫോഴ്സ് അല്ലേ? ഇത്രയും ബ്രോഡർ ആയിട്ടുള്ള തടിയിലാണ് ആക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ പയ്യന്റെ ശരീരത്ത് കിട്ടിയ പ്രഷർ എങ്ങനെ ഇരിക്കും? ലോ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ആ പ്രഷറിൻ്റെ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സി ഇൻ സർക്കസ്, വുഡൻ പ്ലാങ്ക് ഈസ് പ്ലേസ്ഡ്, എ ബ്രോഡർ വുഡൻ പ്ലാങ്ക് ഈസ് പ്ലേസ്ഡ് ഓവർ a person and an elephant walks over that. Okay, but the person is not crushed under the elephant's weight. Why എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? കൂടുതൽ ആഡംബരമില്ല, ആൻസർ പെട്ടെന്ന് പറയുക. We know pressure is inversely proportional to area. Then here the area of wooden plank is more, so the elephant's weight acts on a large area. Okay, so the pressure acting on person's body will be less. കൂടുതലൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ എഴുതും? പറയൂ. We know pressure is inversely proportional to area. Then here the weight of the elephant acts on a broader area, so the pressure acting on person's body will be less. അപ്പോൾ തന്നെ എഴുതുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കൊച്ചു ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തും അത് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകൂടെ? അടുത്ത ഒരു സെക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെല്ലാം റൈസ് ചെയ്ത് കളയാം. ഓക്കെ, നോക്കിക്കോളൂ. ഇനി നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്താണെന്നാണ്. അറ്റ്മോസ്ഫറിക് പ്രഷർ ഞാൻ പറയാം. അറ്റ്മോസ്ഫറിക് പ്രഷർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് കേട്ടിട്ടുണ്ടോ? അറ്റ്മോസ്ഫിയർ തരുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. നമ്മുടെ ഇവിടെ എയർ ഉണ്ടല്ലേ, ഈ എയർ തരുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുക, ആണല്ലോ. അപ്പം നമ്മുടെ
ഇവിടെ നിൽക്കുന്ന എയറിനെ നോക്കൂ. ഈ എയറിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, എയറിന് വെയിറ്റ് ഉണ്ട്. ഓക്കെ, വെയിറ്റ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പം നമ്മൾ ഈ തറയിൽ ഒരു ഏരിയ വരച്ചു, ഒരു സ്ക്വയർ വരച്ചു. ഓക്കെ, ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരും? 1 മീറ്റർ സ്ക്വയർ വരൂലേ? അപ്പോൾ തറയിൽ ആദ്യമായിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിൻ്റെ സൈഡ് എത്രയായിരിക്കണം? 1 മീറ്റർ ആയിരിക്കണം. അതിൻ്റെ മേളിലുള്ള എയറിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതൊരു എയർ കോളമല്ലേ മക്കളെ? അതൊരു എയർ കോളമാണ്, ഒരു തൂണ് പോലെയാണ്. അതിന് ഒരു വെയിറ്റ് ഉണ്ടോ? ഉണ്ട്. ആ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഏരിയയിൽ. എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ അത് ത്രസ്റ്റ് അല്ലേ? ആണ്. ഇനി അതിന് അവിടുത്തെ ഏരിയ എത്രയാ? 1 മീറ്റർ സ്ക്വയർ അല്ലേ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷർ കിട്ടും. ഇതെന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ തറയിൽ ഞാനൊരു സ്ക്വയർ വരച്ചെന്ന്, തറയിൽ ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര? 1 മീറ്റർ. അപ്പോൾ അതിന്റെ ഏരിയ എത്ര? 1 മീറ്റർ സ്ക്വയർ. ഇതിന്റെ മണ്ടയിലുള്ള എയറിനെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ എയറിന് വെയിറ്റ് ഉണ്ടോ എന്ന്? ഉണ്ട്. ആ വെയിറ്റ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ ആ താഴോട്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ത്രസ്റ്റ് അല്ലേ? ആണ്. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ എത്ര? 1 മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ ആ ത്രസ്റ്റിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് എ വെയിറ്റ് ഓഫ് എയർ കോളം സപ്പോർട്ടഡ് ബൈ യൂണിറ്റ് ഏരിയ ഓൺ എയർ സർഫസ് എന്നാണ്. എന്താണ്? വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഇറ്റ് ഈസ് എ വെയിറ്റ് ഓഫ് എയർ കോളം സപ്പോർട്ടഡ് ബൈ യൂണിറ്റ് ഏരിയ ഓൺ എയർ സർഫസ്. എങ്ങനെയാണ് ഡെഫിനിഷൻ ഒപ്പിച്ചെടുത്തത്? പ്രഷർ എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. അപ്പൊ ഇവിടുത്തെ ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എയർ കോളത്തിന്റെ വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റ് ഓഫ് എയർ കോളം ആണല്ലോ, വെയിറ്റ് ഓഫ് എയർ കോളം ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ എത്രയാണ്? ഈ എയർ കോളം ഇവിടെ തറയിൽ ആ ഏരിയ എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് എയർ കോളത്തിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെയിറ്റ് ഓഫ് എയർ കോളം എന്ന് മാത്രമല്ലേ കിട്ടൂ? അപ്പോൾ വെയിറ്റ് ഓഫ് എയർ കോളം ഡിവൈഡഡ് ബൈ 1 കിട്ടിയാൽ വെയിറ്റ് ഓഫ് എയർ കോളം എന്നാണ് ആൻസർ കിട്ടുക. ആ ആൻസറിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ് കണ്ണും തള്ളിയിരിക്കുന്നത്? എന്താണ് സംഭവം? നമ്മുടെ ഇവിടെ തറ അറിയാം, തറയിൽ ഒരു സ്ക്വയർ വരയ്ക്കാൻ അറിയാം. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര? 1 മീറ്റർ ആണ്. അപ്പോൾ അതിന്റെ ഏരിയ എത്ര വരും? 1 മീറ്റർ സ്ക്വയർ. ഇതിന്റെ മണ്ടയ്ക്കുള്ള എയറിനെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ ആ എയറിന് വെയിറ്റ് ഉണ്ടോ? ഉണ്ട്. ആ വെയിറ്റ് താഴോട്ടാണ്. അപ്പോൾ അത് ഫോഴ്സ് ആണ്, ത്രസ്റ്റ് ആണ്. അതിനെ അവിടുത്തെ ഏരിയ ആയ 1 മീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? വെയിറ്റ് ഓഫ് എയർ കോളം എന്ന് കിട്ടും. അപ്പോൾ ആ വെയിറ്റ് ഓഫ് എയർ കോളത്തിനെ അറിയപ്പെടുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? പെട്ടെന്ന് പറ. Atmospheric pressure is a weight of air column supported by unit area on air surface. What is atmospheric pressure? It is a weight of air column supported by unit area on air surface. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? നിങ്ങൾക്ക് പണ്ടൊരു ചാപ്റ്ററിൽ പഠിച്ചാണ്. 1.013 into 10⁵ പാസ്കൽ. നിങ്ങൾ പഠിച്ചല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചാൽ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹിയർ? 1.013 into 10⁵ പാസ്കൽ. ഓക്കെ, എന്തെങ്കിലും പ്രയാസം തോന്നിയോ? എറൈസ് ചെയ്ത് കളയട്ടെ ഇതെല്ലാം. അപ്പോൾ എറൈസ് ചെയ്ത് കളയാം, ടെൻഷനൊന്നും പിടിക്കണ്ട. ഇതിനകത്ത് സിമ്പിൾ കേസുകളാണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, ഇതെല്ലാം എറൈസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, ഞാനൊരു കൊച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബ്ലണ്ട് ആക്സ് എടുക്കുന്നു. ബ്ലണ്ട് ആക്സ് എന്താണ്? ബ്ലണ്ട് ആക്സ് എന്ന് പറഞ്ഞാൽ മൂർച്ച കുറഞ്ഞ ആക്സ്. അപ്പോൾ നമുക്കൊരു ആക്സ് എടുക്കാം. നോക്കൂ, എല്ലാം കോടാലിയാണ്. നോക്കൂ, ഇതൊരു കോടാലി. ഓക്കെ, കണ്ടില്ലേ കോടാലി? ഇപ്പോൾ ഈ കോടാലിയിൽ ഈ കോടാലിയിൽ ഈ മുറിയുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ എഡ്ജിൻ്റെ ഏരിയ നോർമലി എങ്ങനെ ഇരിക്കും? കോടാലിയാണ്, തടി വെട്ടി മുറിക്കാനുള്ള കോടാലിയാണ്. അപ്പോൾ അതിൻ്റെ എഡ്ജ് എങ്ങനെ ഇരിക്കും? വളരെ ഷാർപ്പായിരിക്കും. അവിടുത്തെ ഏരിയ കുറവായിരിക്കും അല്ലേ? ഇനി ഇപ്പം എൻ്റെ സജിനെ വീട്ടുകാർ ഒരു വകയും പഠിക്കാതിരിക്കുന്നതുകൊണ്ട് അവനെ വിറവ് കീറാനായിട്ട് ഏൽപ്പിച്ചു. ഓക്കെ, അപ്പോൾ എൻ്റെ പയ്യൻ വാശി തീർക്കാൻ വേണ്ടി ഈ കോടാലി വെച്ച് തറയിലിട്ട് വെട്ടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എഡ്ജ് അങ്ങ് ബ്ലണ്ട് ആവും, അവിടെ സ്പ്രെഡ് ആവും. പാറക്കല്ലിലൊക്കെയാണ് ചെറുക്കനിട്ട് വെട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പരന്നൊക്കെ വരും, ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ എഡ്ജ് പരന്നു. അപ്പോൾ ഇത് ബ്ലണ്ട് ആക്സ് ആണ്. എന്തോന്നാണ്?
ബ്ലണ്ട് ആക്സ് ആണ്. ഓക്കെ, അപ്പം ഈ ബ്ലണ്ട് ആക്സ് വെച്ച് തടി മുറിച്ചാൽ മുറിയുമോ? ഇല്ല. എന്താ മുറിയാത്തത്? അവിടെ സജിൻ നല്ല ഫോഴ്സ് തടിയുടെ പുറത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ആക്ട് ചെയ്യുന്നത് കുഞ്ഞ് ഏരിയയിലാണോ വലിയ ഏരിയയിലാണോ? വലിയ ഏരിയയിലാണ്. അതുകൊണ്ട് ഇത്രയും ബ്ലണ്ട് ആക്സ് അല്ലേ, അപ്പൊ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇത്രയും വൈഡ് ആയിരിക്കും. അപ്പൊ ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുതലാകുമ്പോൾ തടിയിൽ കിട്ടുന്ന പ്രഷർ എങ്ങനെ ഇരിക്കും? കുറവായിരിക്കും. അപ്പൊ തടി മുറിയില്ല. അപ്പൊ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കട്ട് വുഡ് വിത്ത് എ ബ്ലണ്ട് ആക്സ്. വൈ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെ ആൻസർ ചെയ്യും? ആദ്യത്തെ സെന്റൻസ് നിങ്ങൾക്ക് അറിയാം. വി നോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. സോ ഫോർ എ ബ്ലണ്ട് ആക്സ് the area of the edge is more. Okay, so pressure acting on wood is less. കൂടുതൽ ആഡംബരമൊന്നുമില്ല. പെട്ടെന്ന് ആൻസർ കഴിഞ്ഞില്ലേ? പെട്ടെന്ന് പറയാം. എല്ലാത്തിന്റെ ആൻസർ ഒരുപോലെയാണ്. What is our first sentence? See, we know pressure is inversely proportional to area. Then for a blunt axe the area of the edge is more, so the pressure acting on wood will be less. Okay, so it is difficult to cut wood with a blunt axe. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എഴുതി വയ്ക്കുമല്ലോ. ഇതിനകത്ത് ഗവേഷണം ഒന്നും നടത്തണ്ട. ഇനി അടുത്ത ഒരു സാധനം ഇതും നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി കാണാൻ ഇക്വേഷൻ പറയും. 1ാം ക്ലാസ്സിലെ പിള്ളേർ ചോദിച്ചാൽ അവർ പറയും. നോക്കൂ, അപ്പോൾ പെട്ടെന്ന് പറ. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ വാട്ട് ഈസ് ഡെൻസിറ്റി? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇനി അടുത്തൊരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് വേറൊരു വേർഡ് ഇവിടെ ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്നും പറയും. എന്താ പറയുക? സ്പെസിഫിക് ഗ്രാവിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഇപ്പം മറന്നതാണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ പറയാം. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, വാട്ടറിന് എപ്പോഴാണ് ഡെൻസിറ്റി മാക്സിമം? നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയെന്ന് അറിയാമോ? 1000 ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോഴേ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വേറൊരു പേര് പറയൂ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ്. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. അപ്പോൾ എനിക്ക് ലെഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യും? ഡെൻസിറ്റി ഓഫ് ലെഡ് ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി. ഓക്കെ, എടുക്കുക. അപ്പൊ മേളിലത്തെയും താഴത്തെയും ക്വാണ്ടിറ്റീസ് നോക്കൂ, രണ്ടും ഡെൻസിറ്റി അല്ലേ? അപ്പൊ മേളിലും താഴെയും ഒരേ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ രണ്ടിന്റെയും യൂണിറ്റ് സെയിം ആയിരിക്കും. അപ്പൊ യൂണിറ്റുകൾ ക്യാൻസൽ ആവും. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് അപ്പൊ യൂണിറ്റ് ഇല്ല. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ്. അപ്പോൾ ഡയമെൻഷൻ ഉണ്ടാവോ? അതുമില്ല. കാരണം മേലും ഡെൻസിറ്റിയാണ്, താഴെയും ഡെൻസിറ്റിയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡയമെൻഷനും കട്ടായി പോകും. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. ഓർത്ത് വെച്ചോണം, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പറയൂ, വാട്ട് ഈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്? വി നോ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്? 1000 kilogram per meter cube. Okay, no doubt. Then what is the next term? Relative density. Give another word for relative density. Specific gravity. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. Relative density is equal to density of substance divided by density of water എന്നാണ്. Numerator and denominator are same quantities. So no relative density has no unit, no dimension. ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്? വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി പറ, പെട്ടെന്ന് പറ. നിങ്ങൾ പറഞ്ഞാൽ മതി. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. നിങ്ങൾ പറയൂ. ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയെന്നാണ്. നിങ്ങൾ പറ. അവിടുത്തെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, മേലും താഴെയും ക്യാൻസലായി. അപ്പൊ ആൻസർ എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഓർത്ത് വെച്ചോണം. അപ്പൊ വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്ര? 1. എന്താ 1 ആയത്? ഇവിടുത്തെ സബ്സ്റ്റൻസ് വാട്ടർ ആണ് അല്ലേ?
ഇനി അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. ഇവിടുത്തെ സബ്സ്റ്റൻസ് വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ മേലും താഴെയും കട്ടാവും. സോ വാട്ട് ഈസ് റിലേറ്റീവ് ഡെൻസിറ്റി ഫോർ വാട്ടർ? 1. മറന്നു പോകരുത്. സോ വാട്ട് ഈസ് റിലേറ്റീവ് ഡെൻസിറ്റി ഫോർ വാട്ടർ? 1. ഇല്ലാതാക്കുമോ? കൊളമാക്കോ? സോ വാട്ട് ഈസ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഗിവ് അനദർ term for relative density, specific gravity. Then see what is the unit of relative density? No unit. What is the dimension? No dimension. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? I want the relative density of water. So how will I calculate? So relative density is equal to density of substance divided by density of water. Here my substance is water. So density of water divided by density of water. Numerator and denominator cancel. I am getting the answer as 1. Okay, അപ്പോൾ keep in mind what is the relative density of water? Answer 1. Okay, മാച്ച് കളയട്ടെ. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊക്കെ കൊച്ചു പിള്ളേരൊക്കെ അടുത്തൊക്കെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് അടിക്കും. നോക്കൂ, അതുകൊണ്ട് അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം വീഡിയോ കാണാൻ. ഓക്കെ, കാരണം ഇതെല്ലാം അവർ പണ്ടേ പഠിച്ചതാണ്, നമ്മൾ പണ്ട് പഠിച്ചതാണ്. അന്ന് നമുക്ക് ഭയങ്കര ഓർമ്മയായിരുന്നു. ഇപ്പോൾ എല്ലാം മറന്നു. ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ പോലും ഓർമ്മയില്ലാതിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതെല്ലാം റൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, എല്ലാം റൈസ് ചെയ്താണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സംഗതി നോക്കാം. അടുത്ത ഒരു സംഭവമാണ്, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ? ഇങ്ങോട്ട് നോക്കൂ, പാസ്കൽസ് ലോ. ഞാൻ പറയട്ടെ, പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സച്ചിനൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ, ഒരു ജോലിയില്ലല്ലോ. അപ്പോൾ കാരണം ടി വി കാണുന്നത് പോലെയാണ് മൊബൈലിൽ ക്ലാസ് എല്ലാം കാണുന്നത്. അടിപൊളി സുഖം അല്ലേ? അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പയ്യൻ ഒരു ബലൂണിൽ വാട്ടർ ഫില്ല് ചെയ്തു. കണ്ടോ? അപ്പോൾ ഒരു ബലൂണിൽ വാട്ടർ ഫില്ല് ചെയ്ത് അതിൻ്റെ ഇവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവൻ ഈ ബലൂണിനെ പിടിച്ച് ഇങ്ങനെ ഞെക്കുന്നു. നല്ല സുഖം. നോക്കൂ, ഞെക്കുമ്പോൾ വല്ലാത്ത സുഖം. നോക്കൂ, ടെൻഷൻ പിടിച്ചിരുന്ന സജ്ജന് ഈ ബലൂണിൽ ഞെക്കിയപ്പോൾ ഒരു കുളിര് കോരി. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, ദുഷ്ടചിന്തകളൊക്കെ ഉണ്ട് എൻ്റെ പയ്യന്. അപ്പോൾ അതാ ഇവിടെ എൻ്റെ പയ്യൻ ഞെക്കി. കണ്ടോ? ഇവിടെ ഇങ്ങനെ 2 സ്ഥലം ഞെക്കിയപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം തള്ളി വന്നു. കണ്ടോ? അപ്പൊ ഇവിടെ ഞെക്കിയപ്പോൾ അപ്പുറം തള്ളി വന്നു. അപ്പൊ അവിടെ എന്താണ് എൻ്റെ പയ്യൻ ചെയ്തത്? അവൻ ഇവിടെ ഞെക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ പയ്യൻ ഇവിടെ കൊടുത്തത് പ്രഷറാണ് അല്ലേ? അവൻ ഇവിടെ കൊടുത്ത പ്രഷർ പി ആണെന്നിരിക്കട്ടെ. ആ പ്രഷർ ഇതിനകത്ത് വാട്ടർ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? ഈ വാട്ടർ വഴി സഞ്ചരിച്ച് ഇവിടെ എത്തി. അപ്പൊ ഇവിടെ കിട്ടിയ പ്രഷറും പി ആണ്. അവൻ ഇവിടെ കൊടുത്ത പ്രഷറും പി ആണ്. അവിടെ തള്ളി വന്നപ്പോൾ അവിടെ കിട്ടിയ പ്രഷറും പി ആണ്. അപ്പോ ഇവിടെ ഈ ബലൂണിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു അല്ലേ? വാട്ടർ ആയിരുന്നു ആ ലിക്വിഡ്. ആ ലിക്വിഡ് അവിടെ ഇക്വിലിബ്രിയത്തിലാണ് ഇരുന്നത്. ആ ചുമ്മാതിരിക്കുകയായിരുന്നു. അപ്പൊ ചുമ്മാ ഇരുന്ന ലിക്വിഡിനെ അവൻ പിടിച്ച് ഞെക്കി. അപ്പൊ ഞെക്കിയ സമയത്ത് ബലൂണിന്റെ വേറൊരു സ്ഥലം തള്ളി വരുന്നു. ഹാപ്പിയായി. ഞെക്കി, അപ്പുറം തള്ളി. അടിപൊളി. അപ്പൊ ഇവിടെ അവൻ കൊടുത്തത് പ്രഷർ, അപ്പുറത്ത് അതേ പ്രഷർ കിട്ടി. അപ്പൊ ഇവിടെ കൊടുത്ത പ്രഷർ ലിക്വിഡിന്റെ, മിണ്ടാതിരിക്കുന്ന ഒരു ലിക്വിഡിന്റെ ഒരു സ്ഥലത്ത് കൊടുക്കുന്ന പ്രഷർ അതേ അളവിൽ ലിക്വിഡിന്റെ വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചെത്തും എന്നാണ് പാക്കരണ്ണൻ പറഞ്ഞത്. പാക്കരണ്ണന്റെ ഈ ലോയെ നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയും. നമ്മുടെ ഇവിടെ പാക്കരണ്ണനായിരിക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ അണ്ണനെ വിളിക്കുന്നത് പാക്കരണ്ണാന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് പാസ്കൽസ് ലോ? സി pressure given to a liquid in equilibrium at any point is equally transmitted to all the other parts എന്നാണ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് കുറവാണ്. ജസ്റ്റ് അറിഞ്ഞു പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് പാസ്കൽസ് ലോ? The pressure exerted at any part of a liquid in equilibrium is equally transmitted to all the other parts. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിന്റെ ഒരു സ്ഥലത്ത് നിങ്ങളൊരു പ്രഷർ കൊടുത്താൽ അത് അതേ അളവിൽ സഞ്ചരിച്ച് വേറൊരു സ്ഥലത്ത് എത്തിച്ചേരും എന്നാണ്. ഓക്കെ, ഈ ലോയുടെ പേര് പാസ്കൽസ് ലോ. നിങ്ങൾക്കൊന്ന് പറയാമോ? സോ ദ പ്രഷർ എക്സർട്ടഡ് അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ ദ അതർ പാർട്സ്. ഇവിടെ എൻ്റെ സജിൻ കൊടുത്തത് പ്രഷറാണ്. അവൻ കൊടുത്ത പ്രഷർ പി ആണ്. ഇവിടെ ഈ സ്ഥലം തള്ളി വന്നു. ഇവിടെ കിട്ടിയ പ്രഷറും പി ആണ്. അപ്പൊ ഇവിടെ കൊടുത്തത് തന്നെ ഈ അതേ അളവിൽ ഇപ്പുറത്ത് കിട്ടും. അപ്പൊ ഈ ലോയുടെ പേര് പാസ്കൽസ് ലോ. ഓക്കെ, ഓർത്ത് വയ്ക്കണം. അപ്പൊ വേറൊരു പാസ്കൽ ആവാൻ എൻ്റെ സജിൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരു ബുദ്ധിമുട്ടില്ല.
ഒന്നുമില്ല, സംഭവമൊക്കെ കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോ. നമ്മൾ പറയുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടിട്ടുമുണ്ട്. ഈ വണ്ടിയൊക്കെ സർവീസ് സെൻറ്ററിൽ പൊക്കി വെച്ചിട്ട് കഴുകുന്നതിൻ്റെ അതിൻ്റെ അടി പാർട്ടൊക്കെ ഇപ്പോൾ വാട്ടർ സർവീസൊക്കെ നടത്താൻ വേണ്ടി ആ പൊക്കി വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ശരിയല്ലേ? അപ്പോൾ ആ ഡിവൈസിൻ്റെ പേരാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഇതേപോലത്തെ ഒരു പൈപ്പാണ് ഉള്ളത്. ഓക്കെ, ഇതേപോലത്തെ ഒരു അതിൻ്റെ മെക്കാനിസമാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പൈപ്പാണ്. ഓക്കെ, ഇതിൻ്റെ ഇവിടം ചെറുത്, അവിടം വലുത്. ഓക്കെ, ഇനി ഇവിടെ ഇതിനകത്ത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് നിറച്ചേക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? ശ്രദ്ധിക്കുക, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഞാൻ ചോദിക്കുകയാണ്, ലിക്വിഡിനെ ഞെക്കിയാൽ അങ്ങനെ ഇങ്ങനെയൊന്നും, ഗ്യാസിനെ പാവപ്പെട്ട ഗ്യാസ് ആണെങ്കിൽ പാവട നോക്കുക, നമ്മൾ വിചാരിക്കും പോലെ ഭീകരനൊന്നും അല്ല. അപ്പം നമ്മുടെ ഗ്യാസിനെ എടുത്ത് വെച്ച് ഞെക്കിയാലേ പാവം ഞെങ്ങും. അപ്പം കംപ്രസിബിൾ ആണ് കുറച്ചൊക്കെ. പക്ഷേ ലിക്വിഡ് അങ്ങനെ അല്ല. ലിക്വിഡിനെ പിടിച്ച് നിങ്ങൾ ഞെക്കാൻ ശ്രമിച്ചാൽ ഞെങ്ങൂല. ഞെങ്ങിയിരുന്നെങ്കിൽ ഓളിയം കുറഞ്ഞേനെ, ശരിയല്ലേ? ഞെങ്ങിയിരുന്നെങ്കിൽ എന്താണ് ഓളിയം എന്ന് പറഞ്ഞാൽ? ഓളിയം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് ഇരിക്കാൻ സ്ഥലം വേണം. ആ ഇരിക്കാൻ വേണ്ട സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ ഓളിയം എന്ന് പറയുന്നത്. 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. അപ്പോൾ പറയൂ, ഞാൻ ഒരു ലിക്വിഡ് എടുത്ത് ഞെക്കുന്നു, അത് ഞെങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ ഓളിയം കുറഞ്ഞേനെ, പക്ഷെ ഞെങ്ങൂലെന്ന്. അപ്പോൾ ലിക്വിഡ് എന്ന് പറയുന്നത് നോർമലി എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. ലിക്വിഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഓളിയത്തിന് ചേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എങ്ങനെയിരിക്കും? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. ഞാൻ കുറച്ച് ലിക്വിഡ് എടുക്കട്ടെ, എൻ്റെ കയ്യിൽ വെച്ചു എന്ന് വിചാരിച്ചാൽ എൻ്റെ മാസ് കൂടാനും കുറയാനൊന്നും പോണില്ലല്ലോ. അപ്പം അതിൻ്റെ മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇതിനെ ഞാനിട്ട് ഞെക്കട്ടെ, ഞെക്കിയാൽ അതിൻ്റെ വോളിയം കുറയൊന്നും ഇല്ലല്ലോ, വോളിയവും കോൺസ്റ്റന്റ് ആണ്. അപ്പം മാസ് വോളിയവും കോൺസ്റ്റന്റ് അല്ലേ? അപ്പം അതിൻ്റെ ഡെൻസിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർത്ത് വെച്ചോണം. അപ്പോൾ ലിക്വിഡിന് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കളഞ്ഞതേ ഉള്ളൂ, സംഭവം ഓർത്ത് വയ്ക്കണം. ഒരു ലിക്വിഡിനെ ഞെക്കി, ഇങ്ങോട്ട് ഇതാ ഞാനിപ്പോൾ മീനാക്ഷിക്ക് ഒരു ചരുവത്തിൽ വെള്ളം തരുന്നു, ശരിയല്ലേ? വീട്ടിൽ വെള്ളമല്ല കൊടുക്കുന്നത്, കാടിയാണ്. അപ്പം ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ അല്ലേ മീനാക്ഷി, കാടിയാണോ തരുന്നത്? അല്ല. അപ്പോൾ അല്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പം ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ അതാ ഇവിടെ ഞാൻ മീനാക്ഷിക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നു. ഓക്കെ, അപ്പം മീനാക്ഷി ആ ലിക്വിഡ് കയ്യിലേക്ക് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മാസിന് വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി ആ ലിക്വിഡിനെ അവൾ ഞെക്കിയാൽ അതിൻ്റെ വോളിയം മാറില്ല. അപ്പൊ മാസം മാറില്ല, വോളിയവും മാറില്ല. അപ്പൊ പിന്നെ ലിക്വിഡിന്റെ ഡെൻസിറ്റി മാറുമോ? ഇല്ല. അപ്പൊ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വൈ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് ഫോർ ദ ലിക്വിഡ്? ബിക്കോസ് liquids are incompressible, so volume will not change. Mass is already a constant, so density is equal to mass by volume. So as per this equation, density should be a constant. Okay, അപ്പോൾ ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. We know mass is a constant for a liquid. See, liquids are largely incompressible. So liquids are incompressible. So volume is also a constant. So as mass and volume are constant, density will be a constant. അപ്പോൾ ഇല്ലാതാക്കരുത്, അത് കളഞ്ഞു. ഓക്കെ, ഇതാ ഇനി ഇങ്ങോട്ട് വരൂ. നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിലേക്ക് വരാം. ഇതിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആ സെറ്റപ്പിൻ്റെ മണ്ണിൻ്റെ അടിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കേട്ടോ. അപ്പോൾ അവിടെ ഒരു പൈപ്പാണ്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഇവിടെ ചെറിയ പൈപ്പും അപ്പുറത്ത് വലിയ പൈപ്പുമാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഉണ്ട്. എന്താ ഉള്ളത്? ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഓക്കെ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇതിനകത്ത് നിറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സാധാരണ നല്ല കട്ടിയുള്ള ഒരു കൊഴുകൊഴുത്തൊരു ഫ്ലൂയിഡാണ് ഇതിനകത്ത് നിറയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പിസ്റ്റൺ കാണും. കണ്ടോ? ഒരു പിസ്റ്റൺ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു പിസ്റ്റൺ. ഓക്കെ, ഇനി ഇപ്പുറത്തും ഒരു പിസ്റ്റൺ കാണും. കണ്ടോ? ഇതിനകത്ത് 2 പിസ്റ്റൺ നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ പേര് എ എന്നാണ്, ഇതിൻ്റെ പേര് ബി എന്നാണ്. എ ആണോ ബി ആണോ ഏരിയ കൂടിയത്? ബി ആണ് ഏരിയ കൂടിയത് അല്ലേ? അപ്പം അവിടെ നമ്മുടെ വണ്ടി സർവീസിന് വന്നിരിക്കുന്ന വണ്ടിയെ പൊക്കി വെച്ച് ചെക്ക് ചെയ്യാൻ പോവാണ് അവർ. അപ്പം അതിനു വേണ്ടി ഇവിടെ ഒരു പ്ലാറ്റ്ഫോം എല്ലാം കാണും. ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ കാറിനെ കയറ്റി നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കുന്നു ജാഗ്വറാണ് കേട്ടോ. അപ്പോൾ ജാഗ്വറാണ്. അപ്പോൾ അടിപൊളിയല്ലേ? ജാഗ്വറൊക്കെ വാങ്ങിക്കണ്ടേ? നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ജാഗ്വർ വാങ്ങിക്കണമെങ്കിൽ
കുത്തിയിരുന്ന് പഠിക്കണം. അല്ലാതെ തലയും ചൊറിഞ്ഞ് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് കുത്തിയിരുന്ന് പഠിച്ചാൽ ജാഗ്വറൊക്കെ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ അതാ ജാഗ്വർ എൻ്റെ സജിൻ മാനസാന്തരം വന്ന് അവൻ കുത്തിയിരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു, പഠിക്കുന്നു, പൈസകളൊക്കെ ആവശ്യം പോലെ കിട്ടുന്നു. എൻ്റെ പയ്യൻ ജാഗ്വറിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ എൻ്റെ പയ്യൻ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ദാ വണ്ടി കയറ്റി വെച്ചിരിക്കുകയാണ്. എൻ്റെ പയ്യൻ്റെ ജാഗ്വറാണ്. ഓക്കെ, ഇനി നോക്കൂ. ഇവിടെ ആ സർവീസ് സെൻ്ററിൽ ഒരു മെക്കാനിസം കാണും. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ അയാൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റണിലോട്ട് അയാൾ എന്താണ് കൊടുത്തത്? ഒരു പ്രഷറാണ് കൊടുത്തത്. ഓക്കെ, അയാൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രഷർ കൊടുത്തു. അതിനുവേണ്ടി ഒരു സെറ്റപ്പ് അവിടെ റെഡിയാക്കി വെച്ചേക്കുക. അല്ലാതെ ആ ആൾ കയറി പോയി ഞെക്കൊന്നും വേണ്ട. അപ്പോൾ അവിടെ ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടി ഇതാ ഇവിടെ ആയിട്ട് ഈ പിസ്റ്റണിൽ അയാളൊരു പ്രഷർ കൊടുത്തു. അയാൾ കൊടുത്ത പ്രഷർ എത്ര? പി. ഇതൊരു ലിക്വിഡ് അല്ലേ മക്കളെ? ആണ്. ആ ലിക്വിഡ് എന്ന് പറയുന്നതിൻ്റെ മണ്ടയ്ക്കാണ് ഇപ്പോൾ ഈ പ്രഷർ കിട്ടിയത്. പാക്കരണ്ണൻ നമ്മളുടെ അടുത്ത് എന്താണ് പറഞ്ഞു തന്നത്? എടാ, നീയൊക്കെ എവിടെ പ്രഷർ കൊടുത്താലും, മിണ്ടാതിരിക്കുന്ന ഒരു ലിക്വിഡിൽ എവിടെയെങ്കിലും പ്രഷർ കൊടുത്താൽ ആ പ്രഷർ അതേ അളവിൽ വേറൊരു സ്ഥലത്ത് സഞ്ചരിച്ചെത്തുമെന്നാണ് പാക്കരണ്ണൻ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർവീസ് സെന്ററിലെ അണ്ണൻ ഇവിടെ ഒരു പ്രഷർ കൊടുത്തു അല്ലേ? അയാൾ കൊടുത്ത പ്രഷർ എന്ന് പറയുന്നത് പി ആണ്. ആ പ്രഷർ കിട്ടിയത് ഈ ലിക്വിഡിന്റെ മണ്ടയ്ക്കാണ്. ആ പ്രഷർ ഇവിടെ നിന്ന് സഞ്ചരിച്ച് ഇവിടെ കിട്ടും അല്ലേ? കിട്ടും. ഈ പിസ്റ്റണിൽ കിട്ടും. ഇവിടെ കിട്ടുന്ന പ്രഷർ എത്ര തന്നെയായിരിക്കും? പി ആണ്. അതെന്താ പി? ഇവിടെയും പി, അവിടെയും പി, പി പി. അതെന്താ പിയും പിയും രണ്ടും സെയിം ആയത്? പാക്കരെണ്ണം പറഞ്ഞു നമുക്ക്. അപ്പുറത്ത് പി കൊടുത്താൽ ഇപ്പുറത്തും പി കിട്ടുമെന്ന്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പി കൊടുത്തു, അവിടെ പി കിട്ടി. അപ്പോൾ ഈ പി കിട്ടിയത് എവിടെയാണ്? ഈ പിസ്റ്റന്റെ മണ്ടയിലാണ് അല്ലേ? ഈ പിസ്റ്റന്റെ ഏരിയ കൂടുതലല്ലേ മക്കളെ? ഇനി നിങ്ങൾ നോക്കൂ. പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ത്രസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഫോഴ്സ് എന്ന് എഴുതി. ഇനി ഇതിനകത്തുനിന്ന് ഫോഴ്സ് എന്ന് കണ്ടുപിടിച്ചാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്നാണ് കിട്ടുന്നത്. പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പം നിങ്ങൾ നോക്കൂ. ഇവിടെ നമ്മുടെ അണ്ണൻ, നമ്മുടെ സർവീസ് സെന്ററിലെ അണ്ണനെ കൊടുത്ത ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോഴ്സ് ഗിവൺ ബൈ അണ്ണൻ. അപ്പോൾ അണ്ണൻ കൊടുത്ത ഫോഴ്സ് ആണ്. കണ്ടോ? അപ്പൊ അണ്ണൻ കൊടുത്ത ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ അണ്ണൻ കൊടുത്ത പ്രഷർ പി. ഇനി അണ്ണന്റെ ഇവിടുത്തെ ഏരിയ കുഞ്ഞേരിയ. കണ്ടോ? അപ്പൊ കുഞ്ഞേരിയ. കണ്ടോ? ഇനി അടുത്ത് ഫോഴ്സ് ഓൺ പറ ജാഗ്വർ. ഇപ്പൊ ജാഗ്വറിൽ കിട്ടിയ പ്രഷർ, ജാഗ്വറിന്റെ മണ്ടയിൽ കിട്ടിയ പ്രഷർ അല്ല ഫോഴ്സ്. എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ പി തന്നെ, പക്ഷെ അവിടുത്തെ ഏരിയ വലുതാണ്. ശരിയല്ലേ? ഇവിടുത്തെ ഇത്രയും സാധനത്തിന്റെ ഏരിയ കൂടുതലല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ. ഇതാണോ വലുത്? ഇതല്ലേ വലുത്? അപ്പൊ ഇവിടെ ഫോഴ്സ്, വലിയൊരു ഫോഴ്സ് ആണ് ആരുടെ മണ്ടയിൽ കിട്ടിയിരിക്കുന്നത്? ജാഗ്വറിന്റെ മണ്ടയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ജാഗ്വർ പൊങ്ങി വരും. മനസ്സിലായില്ല? നമ്മുടെ ഇപ്പൊ പറയുന്ന ഡിവൈസിന്റെ പേരെന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നാണ്. പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഇവിടെ നോക്കൂ. ഇതിനകത്ത് ഇതേപോലത്തെ ഒരു ട്യൂബ് കാണും. ഇതിന്റെ ഇവിടം ഏരിയ കുറഞ്ഞ പൈപ്പായിരിക്കും, ഇവിടെ ഏരിയ കൂടിയ പൈപ്പായിരിക്കും. ഇതിന്റെ അകത്ത് ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കും. എന്ത് ടൈപ്പ് ലിക്വിഡാണ്? ഒരു ഇൻകംപ്രസിബിൾ ലിക്വിഡാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു പിസ്റ്റൺ കാണും, അവിടെ ഒരു പിസ്റ്റൺ കാണും. ഇതിന്റെ ഏരിയ കുറവ്, അതിന്റെ ഏരിയ കൂടുതൽ. ഇതിന്റെ ഏരിയ സ്മോൾ എ, ഇതിന്റെ ഏരിയ ലാർജ് എ. ഓക്കെ, അപ്പോൾ രണ്ടിന്റെ ഏരിയകൾ ഒന്ന് സ്മോൾ എ, ഒന്ന് ക്യാപിറ്റൽ എ. ഇനി നമ്മൾ വണ്ടി സർവീസിന് തന്നു. ആരാണ്? എൻ്റെ സജിനാണ്. അപ്പോൾ അവൻ്റെ വണ്ടി ഇവിടെ ആണ് കയറ്റി നിർത്തിയത്. ഓക്കെ, ഇനി സർവീസ് സെന്ററിൽ അണ്ണൻ ഇവിടെ ഒരു പ്രഷർ കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ അണ്ണൻ ഇവിടെ ഒരു പ്രഷർ കൊടുത്തു. പാസ്കൽ പറഞ്ഞത് ഈ പ്രഷർ ഈ ലിക്വിഡിന്റെ മണ്ടയിൽ കിട്ടിയിട്ട് അത് ഇവിടത്തേക്ക് എത്തും. അപ്പോൾ ഇവിടെ അണ്ണൻ കൊടുത്ത പ്രഷർ തന്നെ ഇവിടെ ഈ പിസ്റ്റണിൽ കിട്ടും. ഓക്കെ, ഇനി അടുത്തെന്താണ്? അണ്ണൻ കൊടുത്ത ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഗിവൺ ബൈ അണ്ണൻ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്നാണ്. അല്ലേ മക്കളെ? അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അണ്ണൻ കൊടുത്ത ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഗിവൺ ബൈ ദ അണ്ണൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ പി, ഏരിയ കുഞ്ഞ് ഏരിയ. ഓക്കെ, ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ജാഗ്വർ. ജാഗ്വറിന്റെ മണ്ടയിൽ കിട്ടിയ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പി തന്നെ, പക്ഷേ ഏരിയ ഓഫ് പിസ്റ്റൺ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ പി എ, ഇവിടെ പി എ, ഇവിടുത്തെ എ കൂടുതലായതുകൊണ്ട് ഈ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അതായത് ഇവിടെ അണ്ണൻ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ അവിടെ അടിപൊളി ഫോഴ്സ് ആയിരിക്കും കിട്ടുന്നത്.
ജാഗ്വർ അല്ല, ജാഗ്വറിൻ്റെ അച്ഛൻ വരെ പൊങ്ങിപ്പോവും. മനസ്സിലായില്ലേ? അപ്പോൾ അടിപൊളിയല്ലേ? അപ്പോൾ ജാഗ്വർ പൊങ്ങിയതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ? അപ്പോൾ ഇതാണ് സർവീസ് സെൻറ്ററിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പേരെന്തോന്നാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യും പറയും. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്യൂബ് ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ആസ് ഇൻ ഫിഗർ എന്ന് എഴുതിയിട്ട് ഒരു കൊച്ചു പടം വരയ്ക്കുക, അവർക്കൊരു സന്തോഷം വരട്ടെ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ് പൈപ്പ് ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ആസ് ഇൻ ഫിഗർ. It is filled with an incompressible fluid. The pipes are fitted with a tight piston, one of small area and other of large area. Okay. Then അടുത്തെന്താണ്? Pressure P is applied on piston of small area. By Pascal's law, the same pressure reaches the other piston. Okay. The area there is more. So the force is equal to pressure into area. As the area there is more, force acting on that piston will be more. And it is sufficient to lift the car. Okay? ഇപ്പോൾ കൂടുതൽ ആഡംബരം കാണിക്കരുത്. ഇപ്പോൾ പെട്ടെന്ന് 2-3 സെൻറ്റൻസിൽ കാര്യം പറയണം. ഞാൻ ഒന്നും കൂടെ പറയാം. സോ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പൈപ്പ് ഓഫ് നോൺ യൂണിഫോം, എ ട്യൂബ് ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ആസ് ഇൻ ഫിഗർ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ദെൻ ദ പൈപ്സ് ആർ ഫിറ്റഡ് വിത്ത് ടൈറ്റ് പിസ്റ്റൺസ്, വൺ ഓഫ് സ്മോൾ ഏരിയ and other of large area. Then pressure is applied on piston of a small area. By Pascal's law, the same pressure reaches the other piston. Okay, the area of that piston is more. Then force acting on that piston is equal to pressure into area. So area is more, so force acting on that piston will be more and it is sufficient to lift the automobile. Okay, അപ്പോൾ ഓർത്ത് വെച്ചോണം. ഇനി ഇതുപോലെ വർക്ക് ചെയ്യുന്ന വേറെ സംഭവമുണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക്. നിങ്ങൾക്കറിയാം വണ്ടിയുടെ, നമ്മുടെ കാറിൻ്റെയൊക്കെ ബ്രേക്ക് ഇല്ലേ? അപ്പോൾ ബ്രേക്കിൻ്റെ സ്പെല്ലിംഗ് ഇത് തന്നെ ആണ്. ഓക്കെ, ബ്രേക്കിൻ്റെ സ്പെല്ലിങ് ഇപ്പോൾ വണ്ടി അല്ലാതെ BRE ഒക്കെ ആണെങ്കിൽ പൊട്ടിക്കുക. ഇപ്പോൾ ബ്രേക്ക് പൊട്ടുമ്പോൾ നമുക്ക് ആ സ്പെല്ലിങ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ബ്രേക്കിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്. അപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് ഇതുപോലെയാണ്. ഇതാണ്ട് ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പെഡലായിരിക്കും. ഇപ്പോൾ ഇതാണ് വണ്ടിയുടെ ബ്രേക്ക് പെഡൽ, കണ്ടോ? അപ്പോൾ ഇനി ഇത് ഈ പാർട്ട് എന്ന് പറയുന്നത് വണ്ടിയുടെ ടയറിലോട്ടാണ് കണക്ഷൻ പോയിരിക്കുന്നത്. വണ്ടിയുടെ ടയർ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ബ്രേക്കിൻ്റെ ഇതെല്ലാം നമ്മുടെ സൈക്കിൾ കണ്ടിട്ടില്ലേ? ബ്രേക്ക് കെട്ടായിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഓക്കെ, ബ്രേക്ക് കെട്ടായിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് വന്ന് ജാം ആകുമ്പോഴത്തേക്കില്ലേ എന്നെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ബ്രേക്ക് കെട്ടയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ് കാറിനകത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സാധനത്തിലോട്ടാണ് ഇത് പിടിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ബ്രേക്കിൽ, കാറിൻ്റെ ബ്രേക്കിൽ ചവിട്ടുന്ന സമയത്ത് നിങ്ങളവിടെ പ്രഷറല്ലേ കൊടുത്തത്? ആ പ്രഷർ അതേ അളവിൽ ഇവിടെ കിട്ടും, ശരിയല്ലേ? ഇവിടെ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പ്രഷർ ഇൻറ്റു ഏരിയ എന്നാണ്. ഇവിടുത്തെ ഏരിയ കൂടുതലായതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. ആ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും എവിടെ നമ്മുടെ ആ ടയറിൽ കിട്ടുന്നത്. അപ്പോൾ തന്നെ വണ്ടി നിൽക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ അല്ലാതെ നോക്കൂ, ആളിൻ്റെ പവർ കൊണ്ടാണ് വണ്ടി നിൽക്കുന്നത്. ഡ്രൈവർ നോക്കൂ, എന്താണ് മീനാക്ഷി നോക്കിയപ്പോഴത്തേക്ക് കാർ ഓടിക്കുന്ന അണ്ണൻ കൊള്ളാം, പൊളപ്പ അണ്ണൻ നോക്കൂ, അണ്ണൻ നോക്ക് പറന്ന് വന്നിട്ട് ചവിട്ടി നിർത്തി. അണ്ണൻ്റെ കഴിവാണോ മീനാക്ഷി? അത് അല്ല. അപ്പോൾ അണ്ണൻ ജസ്റ്റ് കാല് വെച്ചതേ ഉള്ളൂ. അണ്ണൻ കൊടുത്തത് ചെറിയ ഫോഴ്സാണ്. പക്ഷേ അവിടെ സത്യമായിട്ട് സംഭവിച്ചെന്താണ്? പാസ്കൽസ് ലോ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാസ്കൽസ് ലോയുടെ എഫക്റ്റ് ആണ്. അണ്ണൻ ചവിട്ടി, കുഞ്ഞു ഫോഴ്സാണ് അണ്ണൻ കൊടുത്തത്. ബ്രേക്കിൽ അവിടെ അണ്ണൻ ചവിട്ടി. ഇനി ബ്രേക്ക് ലിവറിൽ അയാൾ ചെറിയൊരു ഫോഴ്സാണ് കൊടുത്തത്. പക്ഷേ ടയറിൽ കിട്ടിയത് ഒരു വലിയ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊന്ന് പറയാമോ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ വർക്കിംഗ് ചുമ്മാ എന്ന് പറ. സോ ദ മെക്കാനിസം കൺസിസ്റ്റ് ഓഫ് എ ട്യൂബ് ഓഫ് നേരത്തെ ഉള്ളത് തന്നെ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ആസ് ഇൻ ഫിഗർ എന്ന് പറഞ്ഞ് വരച്ച് വയ്ക്കണം. ദെൻ അടുത്തെന്താണ്? വൺ ഓഫ് സ്മോൾ ട്യൂബ്, ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ഓഫ് എന്താണ് നമ്മൾ പറയുന്നത്? ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്നാണ്. സോ ഇറ്റ് ഈസ് ഫിൽഡ് with an incompressible fluid. The pipes are fitted with the tight pistons, one of small area and other of large area. ഇനി അടുത്തെന്താണ്? While applying brakes, say the driver is applying a pressure P on the liquid. By Pascal's law, the same pressure reaches the other piston. Okay, then force acting on the tire will be is equal to pressure into area. As the area of the piston there is more, the force acting on the tire will be more എന്ന് എഴുതി അത് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചാലേ പ്രയാസം തോന്നാം. അപ്പോൾ പേടിക്കാൻ വേണ്ടിയുള്ള സംഗതികളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. റൈസ് ചെയ്ത് കളയട്ടെ, മസിൽ പിടിക്കണോ? വെറുതെ ഇരിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് മായ്ക്കാം.
ഓക്കെ, അപ്പോൾ അതെല്ലാം എറേസ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തത് പ്രഷർ അറ്റ് എ ഡെപ്ത് ഇൻ എ ഫ്ലൂയിഡ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇത് നിങ്ങൾക്ക് പ്രയാസമൊന്നും തോന്നില്ല. അപ്പോൾ പ്രഷർ അറ്റ് എ ഡെപ്ത് ഇൻ എ ഫ്ലൂയിഡ്. ഓക്കെ, പ്രയാസം ഒന്നും വരാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, പറയട്ടെ. അപ്പോൾ നമുക്ക് ഒരു ചരുവം എടുക്കാം. ഓക്കെ, വലിയ ചരുവം. ഓക്കെ, ചരുവമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ചരുവം എന്ന് പറഞ്ഞാൽ ആൾ അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ചരുവമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ലിക്വിഡ്. ഓക്കെ, വാട്ടർ പോരെ, വാട്ടർ മതി. അപ്പോൾ ഇതിനകത്ത് വാട്ടർ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരു സിലിണ്ടറിനെ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഒരു സിലിണ്ടർ ഇതിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയല്ല, പിന്നെ ആ വാട്ടറിനകത്ത് ഞാൻ ഒരു സിലിണ്ടറിക്കൽ സെക്ഷനെ മനസ്സിൽ കണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. ഇതിൻ്റെ ഏരിയ എത്ര? എ ആണ്. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എച്ച് ആണ് ഞാൻ കണ്ടത്. ഓക്കെ, ഇതിൻ്റെ അപ്പർ പാർട്ട് ഇതാണ്, ലോവർ പാർട്ട് ഇതാണ്. ഇത് നമുക്ക് പണ്ടേ അറിയാമെന്നുള്ള കാര്യം. ലിക്വിഡിൽ താഴോട്ട് പോകുമ്പോഴത്തേക്ക് പ്രഷർ കൂടി വരും എന്നുള്ളത് പണ്ടേ പഠിക്കുന്ന കാര്യം. അപ്പോഴേ ഈ ലിക്വിഡ്, ഈ വാട്ടറില്ലേ, വാട്ടറിൻ്റെ ഞാൻ ഈ വാട്ടറിലുള്ള ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രഷർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ് അല്ലേ. ഇനി അടുത്ത് ഇവിടെ ഒരു പ്രഷർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P1 ആണ്. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്. ഇതിലേത് പ്രഷറായിരിക്കും വലുത്? താഴോട്ട് പോകുന്നതോറും പ്രഷർ കൂടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏത് പ്രഷറാണ് വലുത്? P2 ആണ് കൂടുതൽ. ഓക്കെ, ഇനി അപ്പോൾ ഡിഫറൻസ് ഇൻ പ്രഷർ എത്രയാ? P2 മൈനസ് P1 ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടത് ഇവിടെ ഈ സിലിണ്ടറിക്കൽ സെക്ഷനെ നിങ്ങളൊന്ന് നോക്കിയേ. ഈ സിലിണ്ടറിക്കൽ സെക്ഷൻ അവിടെ മര്യാദയ്ക്ക് നിൽക്കുകയല്ലേ? അത് ആ സിലിണ്ടറിക്കൽ നമ്മൾ ലിക്വിഡ്, നമ്മൾ ചരുവത്തിലിരിക്കുന്ന വെള്ളത്തിനെ നോക്കി. ഓക്കെ, ചരുവത്തിലിരുന്ന വെള്ളം അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ ലിക്വിഡ് അനങ്ങാതിരിക്കുകയാണ്. അനങ്ങാതിരുന്ന ലിക്വിഡിലെ ഒരു പാർട്ട് ഞാൻ എടുത്തു. ആ പാർട്ട് സിലിണ്ടറിക്കലായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പോർഷൻ്റെ കാര്യം മാത്രമേ നോക്കാവൂ. ഇനി ഈ സിലിണ്ടറിക്കൽ പോർഷൻ മേലോട്ട് പൊങ്ങിച്ചാടുന്നില്ല, താഴോട്ടിറങ്ങി പോകുന്നില്ല, സൈഡിലോട്ട് ഡാൻസ് കളിക്കുന്നില്ല. അപ്പോൾ ആ പോർഷൻ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പോർഷൻ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അപ്പം നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അപ്പം നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എത്രയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എത്ര വരും? നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എത്ര വരും? നിങ്ങൾ പറ. ഫോഴ്സ് കണ്ടുപിടിക്കുക ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രഷർ ഈസ് ഈക്വൽ ടു പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? പ്രഷർ ഇൻറ്റു ഏരിയ എന്നാണ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്താ വഴി? പ്രഷർ ഇൻറ്റു ഏരിയയെ മനസ്സിൽ ധ്യാനിച്ചു. ഓക്കെ, അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയയെ മനസ്സിൽ ധ്യാനിച്ചു. എല്ലാവരും ധ്യാനിച്ചു. ഇനി ഇവിടുത്തെ പ്രഷർ പറയണം. ഇവിടെ P1 എന്ന് പറയുന്ന പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യും. ഇനി ഇവിടെ P2 എന്ന് പറയുന്ന പ്രഷർ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് രണ്ടും ആ സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നെറ്റ് പ്രഷർ കാണാൻ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടുത്തെ നെറ്റ് പ്രഷർ എന്ന് പറയുന്നത് P2 മൈനസ് P1 ആണ്. സംശയമൊന്നുമില്ല. ഇനി ഇത് ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ്. ഈ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എങ്ങോട്ടാണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ പറ. ഈ പ്രഷർ ഇങ്ങോട്ടാണ്, ഈ പ്രഷർ ഇങ്ങോട്ടാണ്, ഈ പ്രഷറാണ് കൂടുതൽ. അപ്പം നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? പറ, പെട്ടെന്ന് പറ. നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മേലോട്ടായിരിക്കും ആണ്. അപ്പോൾ ഈ നെറ്റ് ഫോഴ്സ് മേലോട്ടായതുകൊണ്ട് ഈ സിലിണ്ടർ മേലോട്ട് പൊങ്ങിപ്പോണം. പക്ഷെ പോകുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഈ മേലോട്ടുള്ള ഈ ഫോഴ്സിന് ഈക്വൽ ആയിട്ട് അതിൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ബാലൻസ് ചെയ്യുന്നു. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് അപ്വേർഡ്സ് ആണ് അല്ലേ? ഈ അപ്വേർഡ് ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഈ സിലിണ്ടറിന്റെ വെയിറ്റ് ഉണ്ട്. സിലിണ്ടറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg അല്ലേ? നിങ്ങൾ പേടിച്ചു.
എടാ അവിടെ സിലിണ്ടറിനെ കണ്ടോ നിങ്ങൾ? സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്ര? ഇതിന്റെ മേല് സിലിണ്ടർ എന്ന് പറയുന്നത് ആ ലിക്വിഡിന്റെ ഒരു പോർഷൻ ആണെന്ന് നിങ്ങൾ ബോധം വേണം. ആ സിലിണ്ടറിന്റെ മേൽവശത്ത് അതിന്റെ മേലുള്ള ലിക്വിഡ് ഒരു പ്രഷർ കൊടുക്കൂലേ? കൊടുക്കും. ആ പ്രഷറാണ് P1. ഇനി താഴെയുള്ള സ്ഥലത്ത് ഒരു പ്രഷർ കൊടുക്കൂലേ? അതാണ് P2. ഇതിൽ ഏത് പ്രഷറാണ് വലുത്? P2 ആണ് വലുത്. അപ്പൊ ഇവിടുത്തെ നെറ്റ് പ്രഷർ കാണാൻ P2 - P1 എടുത്താൽ പോരെ? എൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഈ സിലിണ്ടറിന്റെ മണ്ടയിലുള്ള നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നാണ്. അപ്പോൾ വലിയ എന്ത് ചെയ്യണം? പ്രഷറിന്റെ ഏരിയ മനസ്സിൽ ധ്യാനിക്കണം. ഇവിടുത്തെ നെറ്റ് പ്രഷർ എന്ന് പറയുന്നത് P2 - P1 അല്ലേ? അതിനെ ഇവിടുത്തെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് കിട്ടും. ഇത് എങ്ങോട്ടാണ്? അപ്വേർഡ്സ് ആണ്. ഓക്കെ, അതെന്താ കാര്യം വന്നത്? P2 വലുതാണ് P1-നേക്കാളും ആണല്ലോ. അപ്പോൾ ഈ സിലിണ്ടറിന്റെ മണ്ടയിൽ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട് മേലോട്ട്. അത് കാരണം ഇത് മേലോട്ട് തള്ളിക്കയറി പോകണം. അങ്ങനെ പോകുന്നില്ല, കാരണം ഇതിന് വെയിറ്റ് ഉണ്ട്, വെയിറ്റ് താഴോട്ടാണ്. അപ്പോൾ P2 - P1 × A എന്ന് പറയുന്നത് എന്തിനെ ബാലൻസ് ചെയ്യുന്നു? mgയെ ബാലൻസ് ചെയ്യുന്നു. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ mgയെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. ഇനി നിങ്ങൾ തന്നെ പറയണം. നോക്ക്, P2 - P1 × A ഈസ് ഈക്വൽ ടു, പറ മക്കളെ, മാസ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറ, പെട്ടെന്ന് പറ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. അപ്പൊ മാസ് എങ്ങനെ കാണുമെന്ന് പെട്ടെന്ന് പറ. മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി × വോളിയം എന്നാണ്. ഡെൻസിറ്റി × വോളിയം എന്നാണ്. അപ്പോഴേ നിങ്ങൾ പെട്ടെന്ന് പറയാ മാസ് ഈസ് ഈക്വൽ ടു, ദാണ്ട് ഈ സിലിണ്ടറിന്റെ മാസ് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഡെൻസിറ്റി. സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ലിക്വിഡ് വെച്ചല്ലേ? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ്, റോ. ഓക്കെ, ഈ സിലിണ്ടറിന്റെ വോളിയം എങ്ങനെ കാണും? സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ × ഹൈറ്റ് അല്ലേ? അപ്പൊ A × H എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ സിലിണ്ടറിന്റെ മാസ് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളുകൾ ഒന്നും കൂടെ നോക്കൂ. ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഡെൻസിറ്റി × വോളിയം എന്നാണ്. അപ്പൊ ഇതിനകത്ത് ഡെൻസിറ്റി ഈ സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാണ്? ഈ സെയിം ലിക്വിഡ് വെച്ചാണ്. അപ്പൊ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ്. ആ സിലിണ്ടറിന്റെ വോളിയം എങ്ങനെ കാണും? ബേസ് ഏരിയ × ഹൈറ്റ് എന്നാണ്. ബേസ് ഏരിയ A ആണ്, ഹൈറ്റ് H ആണ്. അപ്പൊ A × H. അപ്പോ മാസ് കണ്ടുപിടിക്കാൻ റോ AH എന്നായില്ലേ? അപ്പൊ ഇവിടെ മാസിന് പകരം റോ AH എന്ന് എഴുതി, × G എന്ന് എഴുതി. അപ്പുറം A കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നിങ്ങൾ പറയൂ. P2 - P1 ഈസ് ഈക്വൽ ടു H rho G എന്ന് കിട്ടിയില്ലേ? H rho G. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിന്റെ അപ്പർ പാർട്ടിലെ പ്രഷർ കുറവും ലോവർ പാർട്ടിലെ പ്രഷർ കൂടുതലുമാണ്. അത് പണ്ടേ നമുക്കറിയാം. ഈ രണ്ട് പ്രഷറുകളും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടാവും? എത്ര ഡിഫറൻസ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ H rho G യുടെ ഡിഫറൻസ് ഉണ്ടാവും. അതല്ലേ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. P2 - P1 ഈസ് ഈക്വൽ ടു H rho G എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പർ പാർട്ടിലെയും ലോവർ പാർട്ടിലെയും പ്രഷറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് H rho G ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് ഗേജ് പ്രഷറിന്റെ വാല്യൂ ആണ്. എന്താണ് മക്കളെ? ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രഷർ ഡിഫറൻസ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ആ ഡിഫറൻസ് ഇൻ പ്രഷറിനെ ഞാനിവിടെ ഗേജ് പ്രഷർ എന്ന് പറയും. എന്തെന്ന് പറയും? ഗേജ് പ്രഷർ. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്താണ്? P1. ഇവിടുത്തെ പ്രഷർ എന്താണ്? P2. ഏത് പ്രഷറാണ് വലുത്? P2 ആണ് വലുത്. ഈ രണ്ട് പ്രഷറും തമ്മിൽ എത്രയുടെ ഡിഫറൻസ് ഉണ്ടാവും? H rho G യുടെ ഡിഫറൻസ് ഉണ്ടാവും. H എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള ദൂരമാണ്, അത് അല്ലേ? ഇനി റോ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇതിനകത്തുനിന്ന് നമുക്ക് P2 ഈസ് ഈക്വൽ ടു H rho G പ്ലസ് P1 എന്ന് എഴുതി കൂടെ എഴുതാം. അങ്ങനെ എഴുതാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സർഫസിലാണെങ്കിലോ, വാട്ടറിന്റെ സർഫസിലായിരുന്നെങ്കിലോ, ഞാൻ സിലിണ്ടർ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെയായിരുന്നു എടുത്തിരുന്നെങ്കിലോ, ഈ പോയിന്റ് എന്ന് പറയുന്നത് സർഫസിൽ വന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 അല്ലേ? അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയേനെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ P2 കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ ആയേനെ? P2 ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, P2 ഈസ് ഈക്വൽ ടു H rho G പ്ലസ് ഇവിടുത്തെ പ്രഷർ P1 എന്താണ്? ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതിന് ഞാൻ PA എന്ന് വിളിക്കും. പേടിക്കരുത്. ഇവിടെ നോക്ക്, ഇത് ഒരു ലിക്വിഡ് ആണ്. ലിക്വിഡിലെ രണ്ട് പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്യാം. ഇതാണ് ഒരു പോയിന്റ്, ഇതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, ഇതിൽ ഈ ടോപ്പ് പോയിന്റിലാണോ ബോട്ടം പോയിന്റിലാണോ പ്രഷർ കൂടുതൽ? ഈ ബോട്ടം പോയിന്റിലാണ് പ്രഷർ കൂടുതൽ. ഈ ബോട്ടം പോയിന്റിലെ പ്രഷർ ഈസ് ഈക്വൽ ടു ഈ ടോപ്പ് പോയിന്റിലെ പ്രഷർ പ്ലസ് H rho G എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്.
Okay, so what is the pressure here? Pressure here is equal to pressure at the upper part plus h rho g. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഇതെല്ലാം എറൈസ് ചെയ്ത് പേടിക്കില്ലേ, ഇത് കൊച്ചു കാര്യമാണ്, ഒരു കൊച്ചു കാര്യത്തിനെ വലിയ കാര്യമാക്കരുത്. ഓക്കെ, ഞാൻ ഇതെല്ലാം മായ്ച്ചു കളയാം. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ ബോർഡല്ല ഉപയോഗിക്കുന്നത്, കാരണം നമ്മുടെ ചെറിയൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. നമ്മുടെ ആ ബോർഡ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. നമ്മളൊന്ന് സാധാരണ ബോർഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. മറ്റായിരുന്നെങ്കിൽ നമുക്ക് ടക്കനെ കാര്യം കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്റ്റെയിൻ പ്രഷർ അറ്റ് എ ഡെപ്ത് ഇൻ എ ഫ്ലൂയിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ യു കൺസിഡർ എ ലിക്വിഡ് taken in a vessel. Okay, so the liquid is in equilibrium. So liquid is in equilibrium, no net force acting, അതൊക്കെ അറിയാം നമുക്ക് വേണ്ട. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ലിക്വിഡാണ്. ഓക്കെ, take a cylindrical portion of it. Okay, take a cylindrical portion of it, the area of it is A. Okay, then the pressure at the upper part is P1, the pressure at the bottom part is P2. P2 is naturally greater than P1. Elementary idea, നമുക്ക് ഉള്ള ഐഡിയ ആണ്. Then height of the cylinder is taken as h. Then see, നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയണം. See, this cylinder is at rest. Am I right? So I told you the liquid is at rest. So naturally this cylindrical portion is also at rest. So the net force acting on it will be 0. So the net horizontal force acting on it will be 0. Net vertical force acting on it will be 0. See, what is a net vertical force? See, what is a vertical force acting on it? ഇനി പറയില്ല ഞാൻ വെർട്ടിക്കൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും. ഫോഴ്സ് കാണാൻ എന്താ വഴി? ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്നാണ്. ഓക്കെ, പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടുത്തെ പ്രഷർ എത്രയെന്ന് പറയണം. സി, ദിസ് ഈസ് എ പ്രഷർ ഹിയർ, ദിസ് ഈസ് എ പ്രഷർ അറ്റ് ദ ബോട്ടം. ഓക്കെ, വാട്ട് ഈസ് എ നെറ്റ് വാല്യൂ? P2 minus P1. So P2 minus P1 is a pressure. That into what is the area here? A. Okay, so what is the net vertical force? Net vertical force is equal to P2 minus P1 into A. Then what is the direction of this force? See, P1 less, P2 more. So P2 minus P1 into area is a vertical force, so it will be upwards. So this will be upwards. This is a upward force acting on that cylinder. Am I right? Then see, this upward force is balanced by weight of the cylinder. Hence the cylinder is in equilibrium. Am I right? So P2 minus P1 into A is balanced by weight of the cylinder. This is the reason why your cylinder is at rest. Am I right? Now listen. See, you know density is equal to mass divided by volume. Then how can you calculate mass? Mass is equal to density into volume, no doubt. Then mass, so mass of the cylinder is equal to what is the density of it? It is made of the liquid. See, here I am considering water. Okay, so this will be water. So what is the density? Rho. Then what is the volume of your cylinder? How will you calculate the volume of it? Base area into height. So A into H. Okay, so I am getting the answer. So mass of the cylinder is equal to rho AH. Shall I substitute there? So P2 minus P1 into A is equal to, say, mass is rho AH into then GG. A cancelled. I am getting P2 minus P1 is equal to H rho G. Is it clear? So P2 minus P1 is equal to H rho G. So the pressure here is P1, the pressure here is P2. What is the pressure difference? So pressure difference between these 2 points is equal to H rho G. See, this is a liquid. So this liquid is in equilibrium. I am considering 2 points. This the pressure at this point is P1, the pressure at this point is P2. See, the distance between the 2 points is H. Then what will be the difference between the pressures? See, pressure difference is equal
to H rho g. So from this you can calculate P2 is equal to H rho g plus P1. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? So P2 is equal to H rho g plus P1. Now listen, if this part is on the surface of a liquid, see the pressure will be definitely atmospheric pressure. So this equation can be modified. So P2 is equal to instead of H rho g as such plus instead of P1 what will you write? Atmospheric pressure. So it is PA. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സംഗതി എന്താണ്? ഒരു ലിക്വിഡിലെ 2 പോയിന്റുകൾ എടുത്താൽ ഈ പോയിന്റിലെ പ്രഷർ കുറവും ഈ പോയിന്റിലെ പ്രഷർ കൂടുതലുമാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഈ 2 പോയിന്റ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എത്ര എന്നാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ യു സേ എച്ച് റോ ജി. ദെൻ സി വാട്ട് ഈസ് എ പ്രഷർ P2. സോ പ്രഷർ P2 ഈസ് ഈക്വൽ ടു pressure P1 plus H rho g. ഓർത്ത് വെച്ചോണം. Then if this point is on the surface of the liquid, see the pressure P1 will be atmospheric pressure. Then P2 is equal to atmospheric pressure plus H rho g. Is it clear? അപ്പോൾ നമുക്ക് കിട്ടിയ ഈ P2 മൈനസ് P1ന്റെ ആൻസർ എത്രയാ? എച്ച് റോ ജി അല്ലേ? ഈ ആൻസറിനെ നമ്മൾ ഗേജ് പ്രഷർ എന്നാണ് പറയുക. അപ്പോൾ ഡിഫറൻസ് ഇൻ പ്രഷർ നമുക്ക് കിട്ടിയ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഗേജ് പ്രഷർ. ഇനി ഞാൻ ചോദിക്കട്ടെ, സി ഐ ഹാവ് എ ലിക്വിഡ് ഇൻ എ വെസൽ. ഓക്കെ, ഐ എം ടേക്കിംഗ് 2 points A and B. A is a point on the upper part, B is a point at the bottom part. See A, B. So which point is at high pressure? Definitely B is at high pressure. As the depth increases, pressure also increases. The distance between the 2 points is taken as H. Then what will be the pressure difference between the 2 points? Pressure difference between the 2 points is equal to H rho g. Very clear? This answer is known as gauge pressure. Gauge pressure. Then what will be the pressure at the point B? Pressure at the point B is equal to pressure at the point A plus H rho g. Okay, then if the upper point A is on the surface of the fluid, then what is the pressure at the depth? At the depth the pressure is equal to atmospheric pressure plus H rho g. Is it clear? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇതൊന്നും ആരും ചോദിക്കാനൊന്നും പോകണില്ല നമുക്ക്. അപ്പോൾ ഇതൊന്നും ചോദിക്കില്ല, പക്ഷേ നമുക്ക് ഈ സംഗതികളെല്ലാം അറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. സ്കിപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോണില്ല. കാരണം കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അവസാനം അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സ്റ്റേജ് വരും. അതുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു സിലബസിൽ നിന്ന് അതൊഴിവാക്കി ഇതൊഴിവാക്കി എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പരാതി. പക്ഷെ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ അറിയും ഇതിനകത്ത് വേണ്ടാത്തത് വേണമെന്നുള്ള എല്ലാം ഞാൻ പറയുന്നുണ്ട്. അത് വേണ്ടാത്തതല്ലാത്തതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. കാരണം ആ സംഗതി പഠിച്ചാലേ നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക. അല്ലാതെ ഇത് നമ്മൾ പറഞ്ഞു പോകുന്നത് നെഗ്ലക്റ്റ് ചെയ്തിരിക്കരുത്. ഓക്കെ, ഞാൻ ഇത് എറൈസ് ചെയ്ത് കളയട്ടെ. അടുത്തത് അപ്പോൾ ഇത് എറൈസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ അത് അൺഹാപ്പിയാണോ? ടെൻഷൻ ഒന്നും പിടിക്കണം. എന്തിന് ടെൻഷൻ പിടിക്കുന്നു? ടെൻഷൻ പിടിച്ചാലും ടെൻഷൻ പിടിച്ചില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ തന്നെ പഠിച്ചേ പറ്റൂ. വേറെ ആരും വന്ന് പഠിച്ചു തരാനില്ല. അച്ഛൻ പഠിച്ചു തരുമോ? ഇല്ല. അമ്മ പഠിച്ചു തരുമോ? ഇല്ല. കാലോടൊക്കെ അടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? വെറുതെ ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരിക്കും. ഇതെല്ലാം പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം പഠിച്ചു പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഒരു അടിപൊളി സാധനമാണ്. നിങ്ങൾ പറയണം. അപ്പോഴേ ഒരു ലിക്വിഡ് എടുക്കുക. ഒരു ലിക്വിഡിൽ ഒരു ഡെപ്തിലുള്ള ഒരു പോയിന്റിലെ പ്രഷർ എങ്ങനെ കാണും? അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ്. ആണല്ലോ? ആണ്. എങ്കിൽ ഇതിൻ്റെ ആൻസർ പറയണം. ദാ ഒരു സ്പെഷ്യൽ വെസലാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ വെസലാണ്. ഈ വെസലിൽ നിങ്ങൾ നോക്കണം, ഇവിടെ ഒരു പൈപ്പാണ് കണ്ടോ, ചെറിയ പൈപ്പാണ്. ഇനി ഇവിടെ ഇത്തിരി വണ്ണമുള്ള പൈപ്പാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷേപ്പുകൾ കണ്ടോളാം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നോക്കൂ, എന്ത് ഷേപ്പിലെങ്കിലും വരച്ചോ, ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ,
ഇപ്പം ഇങ്ങനെയുള്ള ഒരു വെസലാണ്. പിന്നെ ഇതാ ഇവിടെയും കൂടെ ഇരുന്നിട്ട് ഒരെണ്ണം കൂടെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ കണ്ടല്ലോ പല സ്ഥലവും പല ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇനി പക്ഷേ ഈ പോർഷൻ നോക്കണം എല്ലാവരും, ഈ ലെവൽ എല്ലാവരും നോക്കണം. ഇത് ഒരുപോലെയാണ് ഇരിക്കുന്നത്, ഒരേ ഹൊറിസോണ്ടൽ ലെവലാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വാട്ടർ ഒഴിക്കുന്നു അല്ലെങ്കിൽ കളേർഡ് വാട്ടർ ഒഴിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ കളേർഡ് വാട്ടർ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒഴിക്കുകയാണ്, നോക്കണം. ഒഴിച്ചു, എല്ലാ ലിംസിലെയും ലെവൽ നോക്കൂ. എല്ലാ ലിംബിലെയും ലെവൽ ഇതുപോലെ ഒരുപോലെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും പല ഷേപ്പ് ഇരിക്കുന്നുണ്ട്, പലതായിരിക്കും. പക്ഷെ അങ്ങനല്ല, എല്ലായിടത്തെയും ഈ ലെവൽ ഒരുപോലെ ഇരിക്കും. ഇവിടെ എച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലായിടും എച്ച് ആയിരിക്കും. വൈ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ യു റിസോൾവ് ദ പാരഡോക്സ്. അപ്പോൾ ഇത് സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ചെയ്യുക. എന്താ കാര്യം നിങ്ങൾ നോക്കേ, ഈ ലിംബിനെ നോക്കൂ. ഈ ലിംബിൻ്റെ ബേസ് ഇവിടെ ആണല്ലേ, ഇവിടെ ആണ്. ഈ ലിംബിൻ്റെയും ബേസ് ഈ ലെവലിലാണ്. ഈ ലിംബിൻ്റെയും ബേസ് ഇവിടെയാണ്. ഈ ലിംബിൻ്റെയും ബേസ് ഇവിടെയാണ്. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ബേസ് ആണ് ഈ ഇരിക്കുന്നത്. കണ്ടല്ലോ, ഇതെല്ലാം ഒരേ ലെവലിലല്ലേ. ഒരേ ലെവലിലാണെങ്കിൽ, ഒരേ ഡെപ്ത് ആണെങ്കിൽ, ഒരേ ലെവലാണെങ്കിൽ, ഒരേ ഹൊറിസോണ്ടൽ ലെവലാണ്. ഡെപ്ത് അല്ല ഞാൻ പറഞ്ഞ, ഒരേ ഹൊറിസോണ്ടൽ ലെവലിലുള്ള പോയിന്റിലെല്ലാം ലിക്വിഡിൽ ഒരേ പ്രഷറായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചരുവത്തിൽ വെള്ളം എടുക്കുക, വെള്ളത്തിൽ ഞാൻ ഒരു പോയിന്റ് എടുക്കട്ടെ, താഴെ ഒരു പോയിന്റ് എടുക്കട്ടെ, അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HROG അല്ലേ. ഇനി അടുത്ത തൊട്ടപ്പുറത്ത് അതേ ലെവലിൽ വേറെ പോയിന്റ് എടു, അവിടുത്തെ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HROG തന്നെ അല്ലേ. അപ്പോൾ ഒരേ ലെവലിലുള്ള പോയിന്റിലെല്ലാം പ്രഷർ സെയിം അല്ലേ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റിലെല്ലാം പ്രഷർ എത്രയാണ്? സെയിം ആണ്. ആ പ്രഷർ ഞാൻ P ആണെന്നിരിക്കട്ടെ. ഇനി ഈ പ്രഷർ കാണാൻ എന്താ വഴി? പ്രഷർ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HROG എടുക്കും അല്ലേ. ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എല്ലാത്തിലും കിട്ടുന്നത് സെയിം ആണ്. അപ്പം ഇത് സെയിം ആണ്, എല്ലാത്തിനും സെയിം ആണ്. ഇനി ജിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഇനി ഇതിനകത്ത് ഒഴിച്ച ലിക്വിഡ് എല്ലാത്തിലും സെയിം ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ P എല്ലായിടത്തും നോക്കൂ, ഈ പോയിന്റുകളിലെല്ലാം പ്രഷർ സെയിം ആണ്. അപ്പൊ P സെയിം ആവണമെങ്കിൽ ഇനി ആകെ ഒരു സാധനം കൂടെ കോൺസ്റ്റന്റ് ആവാനുള്ളൂ. ഏതാണ്? H. അപ്പോൾ ഇവിടത്തെയും H ഒക്കെ എങ്ങനെ ഇരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? സേ this is a vessel containing different limbs of different shape. Okay, I am filling it with what? Water, colored water. See, the height will be the same in all limbs. Why? എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? See, the base of the first limb is here, the base of the second limb is here, the base of the third is here, the base of the fourth is here. So all these points are at the same horizontal level. So pressure will be same at all these 4 points. Am I right? Then how will you calculate the pressure? Pressure is equal to atmospheric pressure plus HROG. It is an equation. Am I right? Here in all cases, for all the 4 tubes, see, atmospheric pressure is same. Then G is same, liquid same, so rho same. Then definitely H should be same to keep the pressure same. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലായിടത്തെയും പ്രഷർ സെയിം ആണെങ്കിൽ നാച്ചുറലി H എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ലെവൽ എല്ലായിടവും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ വാട്ടർ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഈ പോയിന്റിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യും? നിങ്ങൾ പറയും. സേ യു കൺസിഡർ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ യു കൺസിഡർ ദ പോയിന്റ്സ് A, B, C and D. Okay, all these points are at the same horizontal level, so pressure will be same. Pressure can be calculated as atmospheric pressure plus HROG. In all cases atmospheric pressure is same, then G is same, the same liquid, so rho is same, so H should be same to maintain P same. എഴുതി തകർക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ അവിടെ കിടന്ന് കരയാനൊന്നും ഇരിക്കരുത്. അടുത്തതിലേക്ക് കൂടെ ഇത് റൈസ് ചെയ്ത് കളയാം. അടുത്തതിലേക്ക് പോട്ടെ. അടുത്തത് മെർക്കുറി ബാരോമീറ്റർ. ഞാൻ പറഞ്ഞോട്ടെ, മെർക്കുറി ബാരോമീറ്റർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്താണ്? ബാരോമീറ്റർ. 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സാധനമാണ് മെർക്കുറി ബാരോമീറ്റർ.
ഇതൊന്നും ആരും ചോദിക്കില്ല, ജസ്റ്റ് കാര്യം അറിയണം. നമുക്ക് പലയിടവും ഇതൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ നാണക്കേടാണ്. മെർക്കുറി ബാരോമീറ്റർ. ഓക്കെ, അപ്പോൾ മെർക്കുറി ബാരോമീറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം സീ ലെവലിലെ പ്രഷറിനെ, കടലിൻ്റെ ലെവലുള്ള പ്രഷറിനെയാണല്ലോ സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഞാൻ സീ ലെവലിൽ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൈവശം ഇതാ ഒരു പാത്രമുണ്ട്. ഈ പാത്രത്തിൽ മെർക്കുറി നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? മെർക്കുറിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്. ഇനി അടുത്തത് വേറെ ട്യൂബ് ഉണ്ട് എൻ്റെ കയ്യിൽ, കണ്ടോ? ഈ ട്യൂബിൻ്റെ ഒരെൻഡ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇതിനകത്തും ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. ഏതാണ്? അതും മെർക്കുറിയാണ്. ഓക്കെ, മെർക്കുറി ബാരോമീറ്റർ ഉണ്ടാക്കട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ നേരെ ഇൻവേർട്ട് ചെയ്യുക, തലതിരിക്കുക. തലതിരിച്ച് ഇതിനകത്തോട്ട് പെട്ടെന്ന് കമഴ്ത്തുക. അപ്പോൾ ഈ ട്യൂബിനെ ഇതിനകത്തേക്ക് കമഴ്ത്തി. ഓക്കെ, അപ്പോൾ അതാ ഇതുവരെ മെർക്കുറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ മെർക്കുറി ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പം ഇങ്ങനെ കമഴ്ത്തിയ സമയത്ത് ഇതുവരെ മെർക്കുറി നിൽക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ എയറാണ്. ഈ ഭാഗത്ത് ഇരിക്കുന്നത് എയറാണ്. വളരെ കുറച്ച് എയറേ ഉള്ളൂ. ആ എയറിന് കുഞ്ഞ് പ്രഷറേ കൊടുക്കാൻ പറ്റൂ. അപ്പം നെഗ്ലിജിബിൾ പ്രഷറാണ് ആ എയർ കൊടുക്കുക. അപ്പോൾ ഈ എയർ ഈ മെർക്കുറിയുടെ പുറത്ത് പ്രഷർ ഒന്നും കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യുക. ഇനി ഈ വെസൽ ഇരിക്കുന്നത് കടലിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥലം ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുക്കും. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുക്കും മക്കളെ, അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊന്നുണ്ട്? അറ്റ്മോസ്ഫറിക് പ്രഷറുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ നോക്കണം, അപ്പോൾ ഈ ലെവലിലാണ് ഈ പ്രഷർ. ഇനി ഇവിടെ നോക്കണം, ഈ പോയിന്റ് നോക്കുക. ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റ് നോക്കുക. ഇവിടെ ഈ ലിക്വിഡ് താഴോട്ടൊരു പ്രഷർ കൊടുക്കും. ഈ ലിക്വിഡ് താഴോട്ടൊരു പ്രഷർ കൊടുക്കും, അല്ലേ? അപ്പോൾ ഈ പോയിന്റിലെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? ഈ പോയിന്റിലെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? പറ. പ്രഷർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ. നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു P1 പ്ലസ് HROG എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇവിടെ ഈ P1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷറാണ്, ഈ സർഫസിലെ പ്രഷറാണ്. ഈ സർഫസിൽ എയർ ആണുള്ളത്, അത് നെഗ്ലിജിബിൾ പ്രഷറേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ഇട്ടാൽ P ഈസ് ഈക്വൽ ടു HROG എന്ന ആൻസർ കിട്ടൂലേ? ആണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഈ മെർക്കുറി താഴോട്ടൊരു പ്രഷർ കൊടുക്കും. ഇനി ഇവിടെ ഈ അറ്റ്മോസ്ഫിയർ ഇവിടെയും ഒരു പ്രഷർ കൊടുക്കും. ഈ പ്രഷർ കാരണം ഇത് അങ്ങോട്ട് കയറുന്ന സമയത്ത് ഈ പ്രഷർ താഴോട്ടുണ്ട്. അപ്പോൾ അവനും കൂടെ ബാലൻസ്ഡ് ആവുമ്പോൾ ഈ ലെവലിൽ അത് സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഈ ലെവലിൽ സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന പ്രഷറും ഈ അറ്റ്മോസ്ഫിയർ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന പ്രഷറും ഈക്വൽ എന്നല്ലേ? മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ അത് ഇറേസ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. നോക്കൂ, ഇതിനകത്ത് ഒരു പേടിക്കാൻ വേണ്ടിയുള്ള എലിമെൻറ്റും ഇല്ല. കാര്യം എന്താണെന്നറിയണം. സോ ലിസൺ, ഇത് ട്രഫാണ്. ഓക്കെ, ഈ ട്രഫിനകത്ത് മെർക്കുറിയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെർക്കുറിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഞാൻ എന്താണ് പറഞ്ഞത്? ഈ മെർക്കുറി ഇരിക്കുന്ന ഈ ട്യൂബ് ഞാൻ ഇതിനകത്തോട്ട് ഇൻവേർട്ട് ചെയ്ത സമയത്ത് ഇതുവരെ മെർക്കുറി ഉണ്ട്, അതിൽ മെർക്കുറി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്നത് എയർ ആണ്. ഓക്കെ, ഈ എയർ ഈ സർഫസിൽ കൊടുക്കുന്ന പ്രഷർ നെഗ്ലിജിബിൾ ആണ്. നിങ്ങൾ 0 എന്ന് എടുത്തോളൂ. ഞാൻ ഇവിടെ ഒരു പോയിന്റാണ് എടുക്കുന്നത്, അതായത് ഈ ലെവലിലുള്ള പോയിന്റാണ്. ഈ പോയിന്റിൽ ഈ ഇരിക്കുന്ന മെർക്കുറി കോളം ഒരു പ്രഷർ ഇങ്ങോട്ട് കൊടുക്കും. ആ പ്രഷർ, അപ്പോൾ ഈ പോയിന്റിലെ പ്രഷർ എത്രയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രഷർ ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? മേലുള്ള പ്രഷർ പ്ലസ് HROG എന്നല്ലേ പഠിപ്പിച്ചേ? ഈ പോയിന്റും തമ്മിലുള്ള ഈ ദൂരം h ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ പ്രഷർ എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്. ബിയിലെ പ്രഷർ എത്ര? ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് ഇവിടത്തെ പോയിന്റിലെ പ്രഷർ 0 പ്ലസ് ഇനി HROG എന്നല്ലേ പഠിപ്പിച്ചേ? അപ്പോൾ ആൻസർ പ്രഷർ ഈസ് ഈക്വൽ ടു HROG എന്നല്ലേ കിട്ടിയത്. അപ്പോൾ ഈ ലിക്വിഡ് കോളം ബിയിൽ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് HROG ആണ്. ഇനി ഇതേ ലെവലിൽ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഈ എയർ ഇവിടെ ഓപ്പൺ ആണ്, അറ്റ്മോസ്ഫിയർ ഇവിടെ ഒരു പ്രഷർ കൊടുക്കും. ഈ പ്രഷറിൻ്റെ എഫക്റ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന മെർക്കുറി ഈ ട്യൂബിൻ്റെ അകത്തേക്ക് തള്ളിക്കയറും. അപ്പം മേലോട്ടൊരു പ്രഷർ ഇവിടെ അറ്റ്മോസ്ഫിയറിൻ്റെ തള്ളു കാരണം വരുന്നുണ്ട്.
ഇനി ഇവിടെ ഈ മെർക്കുറി കോളം താഴോട്ടൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് പ്രഷറുകളും ബാലൻസ് ആവുകയാണെങ്കിൽ ഈ പോയിന്റ് അനങ്ങാതെ നിൽക്കും. അപ്പോൾ ഈ ലെവൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എച്ച് ലെവലിൽ എച്ച് ഹൈറ്റുള്ള ഈ മെർക്കുറി കോളം ഈ പോയിന്റിൽ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷറാണ് കൊടുക്കുന്നത്. അത് ഏതിന് ഈക്വലാണ്? അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലാണ്. അതുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഇവിടെ ഈ ലിക്വിഡ് നോക്ക്, മെർക്കുറിയെ നോക്ക് നിങ്ങൾ. ഈ മെർക്കുറി എന്ന് പറയുന്നത് എച്ച് ഹൈറ്റ് ഉണ്ട്. ഈ എച്ച് ഹൈറ്റ് ഉള്ള മെർക്കുറി കോളം താഴോട്ട് പ്രഷർ കൊടുക്കുന്നു. എത്രയാ? എച്ച് റോ ജി. ആ എച്ച് റോ ജിക്ക് ഈക്വൽ അല്ലേ ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ? അതുകൊണ്ടല്ലേ ഈ പോയിന്റ് ഇവിടെ മിണ്ടാതിരിക്കുന്നത് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? എച്ച് റോ ജി എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. എച്ച് റോ ജി എന്ന് പറഞ്ഞാൽ മെർക്കുറി കോളം കൊടുത്ത പ്രഷർ ഈക്വൽ ടു ആണ് ഇവിടുത്തെ എന്തിന്? അറ്റ്മോസ്ഫറിക് പ്രഷറിന്. ഇതാണ് ഏതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? മെർക്കുറി തെർമോമീറ്ററിൻ്റെ. ഈ എച്ച് നമ്മൾ മെഷർ ചെയ്താൽ കറക്റ്റ് 76 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ നോക്കിയാൽ 76 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പഴയ ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ചാപ്റ്റർ 2 ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് ഈക്വൽ ടു പ്രഷർ എക്സർട്ടഡ് ബൈ 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി കോളം അറ്റ് സീ ലെവൽ എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് ഈക്വൽ ടു പ്രഷർ എക്സർട്ടഡ് ബൈ 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി കോളം അറ്റ് സീ ലെവൽ എന്ന് ഞാൻ പഠിപ്പിച്ചതിന്റെ കാരണം ഇതാണ്. സോ ദിസ് ഈസ് മെർക്കുറി ബാരോമീറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ trough containing mercury, a tube whose one end is closed is filled with the mercury and is inverted into it. Then see the mercury column maintains a height h is equal to 76 centimeter. Then the air above the mercury column in the tube exerts negligible pressure. Then if we consider a point at the level of mercury in the trough, see the pressure given by the mercury column is equal to h rho g. Then അടുത്ത എന്താണ് പറഞ്ഞത്? It is equal to atmospheric pressure in this situation. So these two balance each other. So h rho g will be equal to atmospheric pressure. So this height, see, it will be 76 centimeter. So this is a reason why I said atmospheric pressure is equal to pressure exerted by 76 centimeter of mercury column at a sea level. Can you follow me? അപ്പോൾ ഇത് ചോദിക്കുകയൊന്നുമില്ല, ജസ്റ്റ് അറിയുക. അപ്പോൾ മെർക്കുറി ബാരോമീറ്ററിനെ കണ്ടറിയാമല്ലോ. trough containing mercury, tube with mercury is inverted. Then see what is present over that column? Air. So will that air exert pressure? Yes. But we neglect it. And the neglect is see amount of air is minimum, so it exerts negligible pressure. Okay, then we consider a point. What is the significance of that point? That point should be at the level of mercury in the trough. Then what is the pressure given by the mercury column? H rho g. Okay, so pressure here is H rho g. Why H rho g? So pressure here is equal to pressure here plus H rho g. It is an equation. Pressure here is 0, so we get the pressure exerted by this column is equal to H rho g. Then here atmosphere will exert pressure, so these two pressure balance each other. So H rho g will be equal to atmospheric pressure. So what do we say? We say atmospheric pressure is equal to pressure exerted by 76 centimeter of mercury column at sea level. ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് ഡിവൈസ്? മെർക്കുറി ബാരോമീറ്റർ. പേടിച്ചോ നിങ്ങൾ? ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ കാരണം നമുക്ക് മറ്റേ ബോർഡും കൂടെ അല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇത് മായുന്നില്ല, അതാണ് മെയിൻ. കാരണം നമുക്ക് ഈ സമയത്ത് കുറച്ച് ദിവസമായി ഈ ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, സാധാരണഗതിയിൽ ഇതൊക്കെ സ്പീഡിൽ മായുന്നതാണ്. ഇതൊക്കെ ഇങ്കെല്ലാം ഡ്രൈ ആയി, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. എന്താണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്നാണ്. ഓക്കെ, ഇതോടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷർ അളക്കാനുള്ളൊരു ഡിവൈസാണ്. അതിനകത്ത് ഒരു യു ട്യൂബ് കാണും. യൂട്യൂബ് അല്ല, നമ്മുടെ യൂട്യൂബ് അല്ല കേട്ടോ, ഒരു യുവിൻ്റെ ഷേപ്പിലുള്ള ഒരു ട്യൂബ്. ഓക്കെ, ഇതിനകത്ത് മെർക്കുറി നിറച്ചേക്കും. ഇപ്പോൾ ഇതിനകത്ത് മെർക്കുറി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ പാർട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആയിരിക്കും. അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള മെർക്കുറിയിൽ അറ്റ്മോസ്ഫിയർ ഒരു പ്രഷർ കൊടുക്കും. അതാണ് PA.
ഓക്കെ. ഇനി ഇപ്പോൾ ഇവിടെ മെർക്കുറി ഉണ്ടേ, നിങ്ങൾ നോക്കൂ. ഈ എൻഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ഫുട്ബോളിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു ഫുട്ബോളിലേക്ക് ഞാൻ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഫുട്ബോൾ ഇതിൻ്റെ പ്രഷറാണ്, ഫുട്ബോളിൻ്റെ അകത്തുള്ള എയറിൻ്റെ പ്രഷറാണ് എനിക്ക് അറിയേണ്ടത്. ഇവിടുത്തെ പ്രഷർ പി ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രഷറാണ് എനിക്ക് അളക്കേണ്ടത്. അപ്പോൾ ഇവിടത്തേക്ക് ഈ ട്യൂബ് കൊടുത്തു. ഓക്കെ. അപ്പോൾ ട്യൂബിൻ്റെ 1 എൻഡ് ഇവിടെയും കൊടുത്തു. 1 എൻഡ് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺഡ് ആണ്. ഇതിലേത് പ്രഷറാണ് വലുത്? പി ആണ് വലുത്, പി എ ചെറുതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഞെക്കി മെർക്കുറി അങ്ങ് തള്ളിക്കയറ്റും. ഓക്കെ. അതാണ് മെർക്കുറി അവിടെ അങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. ഇനി ഈ ലെവലും തമ്മിലുള്ള ഈ ലെവൽ ഡിഫറൻസ് നമുക്ക് എച്ച് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? എച്ച്. ഈ മാനോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഈ ലിക്വിഡ് മെർക്കുറിയാണ്, അതിൻ്റെ ഡെൻസിറ്റി റോ എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുക ഏത് പ്രഷറാണ് വലുത്? പി വലുതും പി എ ചെറുതുമാണ്. അപ്പോൾ പെട്ടെന്ന് പറ, പി മൈനസ് പി എ എത്ര ആയിരിക്കും? അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്കറിയാമല്ലോ ഈ പിയുടെ വാല്യൂ എത്ര. ഇവിടെ കിട്ടുന്ന പ്രഷറാണ് പി. അപ്പോൾ പിയുടെ ആൻസർ എങ്ങനെ കാണും? ലിക്വിഡിലെ ഒരു പോയിന്റിലെ പ്രഷർ, താഴെയുള്ള പോയിന്റിലെ പ്രഷർ എത്രയെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആൻസർ പറ. ഈ പോയിന്റിലെ പ്രഷർ കാണാൻ ഇവിടത്തെ പ്രഷർ പ്ലസ് എച്ച് റോ ജി. പെട്ടെന്ന് പറ. അപ്പോൾ പി എ പ്ലസ് എച്ച് റോ ജി എന്ന് എഴുതി കൂടെ. അപ്പോൾ പി മൈനസ് പി എ എടുത്താൽ എന്തിൻ്റെ ആൻസർ കിട്ടും? എച്ച് റോ ജി എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയ ഈ ആൻസറിനെ ഗേജ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഗേജ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ആരും ചോദിക്കുന്നില്ല, ജസ്റ്റ് അറിയുക, അത്രയേ ഉള്ളൂ. So listen here. So what do you know about open tube manometer? It is a device used to measure gauge pressure. It consists of a U tube filled with a liquid like mercury. Then see, one end of it is open to atmosphere. The other end is connected to the system whose pressure is to be measured. Then the pressure is P. Atmospheric pressure is PA. Then P minus PA should be equal to H rho G, where H is a difference in levels of mercury in the tubes. ഓക്കെ. അപ്പോൾ ഇതാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ആരും ചോദിക്കില്ല കേട്ടോ. അപ്പോൾ വാട്ട് ഡു യു നോ അബൌട്ട് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ? ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഗേജ് പ്രഷർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ യു ട്യൂബ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ലൈക്ക് മെർക്കുറി. One end of it is open to atmosphere. The other end is connected to the system whose pressure is to be measured. Its pressure is P. Then the level difference between mercury in the limbs is H. Then we know P minus PA equal to H rho G. So the result we got is known by the name gauge pressure. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ച സംഗതികൾ. ഇപ്പം ഞാൻ ഫാസ്റ്റായിട്ടൊന്ന് ചോദിക്കാം, അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. നമ്മൾ ഫസ്റ്റിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആരെല്ലാം വരും? ലിക്വിഡും വരും, ഗ്യാസും വരും. ഇനി പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ത്രസ്റ്റ് ബൈ ഏരിയ. ഈ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് ഏരിയ. അത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് ഡെൻസിറ്റി ആണുള്ള ഇക്വേഷൻ പറയൂ. മാസ് ബൈ വോളിയം എന്നാണ്. റിലേറ്റീവ് ഡെൻസിറ്റി അതാണ് അടുത്ത് പഠിച്ചത്. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വേറെ പേര് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ്. റിലേറ്റീവ് ഡെൻസിറ്റി ആണുള്ള ഇക്വേഷൻ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. വാട്ടറിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്ര? അതാണ് അടുത്ത് നമ്മൾ പറഞ്ഞത്. എത്രയാണ് ആൻസർ? 1 എന്നാണ് കിട്ടിയത്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഡയമെൻഷൻ എന്താണ്? നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് നേരെ എന്താണ്? ഒരു ലിക്വിഡ് എടുക്കുന്നു. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ലിക്വിഡിൽ ഒരു പ്രഷർ കൊടുത്താൽ ഇറ്റ് വിൽ റീച്ച് എനി അതർ പോയിന്റ്. ഒരു സ്ഥലത്ത് കൊടുക്കുന്ന ആ പ്രഷർ തന്നെ ആയിരിക്കും ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ ദ അതർ പാർട്സ്. ലോയുടെ പേര് പാസ്കൽസ് ലോ. അത് വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നിങ്ങൾക്ക് അറിയാം, അത് പ്രത്യേകിച്ച് പറയണ്ട. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞെന്താണ്? ഒരു ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ലിക്വിഡിലെ 2 പോയിന്റ് എടുക്കുന്നു. ഒരെണ്ണം മേലും ഒരെണ്ണം താഴെയും. അപ്പോൾ താഴോട്ട് പോകുന്നതോറും പ്രഷർ കൂടും, നമുക്കറിയാം. ഈ താഴെയുള്ള പോയിന്റിലെ പ്രഷർ കാണാൻ എന്താ വഴി? മേലുള്ള പോയിന്റിലെ പ്രഷർ പ്ലസ് എച്ച് റോ ജി എന്നാണ്. എച്ച് എന്ന് പറഞ്ഞാൽ 2 പോയിന്റും തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ. പിന്നെ വേറെ വല്ലതും പറഞ്ഞോ? പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എന്താണ്? മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്ററിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് ഈക്വൽ ടു പ്രഷർ എക്സർട്ടഡ് ബൈ 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി കോളം അറ്റ് സീ ലെവൽ എന്നാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. എന്ത് മെഷർ ചെയ്യാനുള്ള ഡിവൈസ്? ഗേജ് പ്രഷർ. ഓക്കെ. ഇത്രയും പോരെ? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വരണം. അപ്പോൾ നമ്മൾ നോട്ട്സ് ഞാൻ അതിനകത്ത് എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിക്കൊള്ളുക. അപ്പോൾ ബാക്കി വൃത്തിയായിട്ട് വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലും വരാൻ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ടെൻഷൻ അടിച്ചതൊന്നും ഇല്ലാതാക്കരുത്. ഓക്കെ. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം കാര്യങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഠിക്കാനൊക്കെ കഴിവില്ലാത്ത എന്താണ് കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാര്യങ്ങൾ അറിയിക്കുക. ഓക്കെ. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.